आज थोड़ा लेट शुरू किया ഇന്ന് അല്പം താമസിച്ചാണ് നമ്മൾ തുടങ്ങിയത്. इसलिए कि बॉम्बे में थोड़ा ऑरेंज अलर्ट सब है, इसलिए लगा सुबह ज़्यादा बारिश होगा. മുംബൈയിലൊക്കെ ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു രാവിലെ കാലം നല്ല മഴയായിരിക്കുമെന്ന്. सभी लोग सही सलामत आने के लिए प्रभु ने मदद किया, इसके लिए मैं प्रभु को धन्यवाद देना चाहता हूँ. എല്ലാവർക്കും ശരിയായ കറക്റ്റ് സമയത്ത് വരുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. प्रभु सबको आशीषित करेगा. കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കുക ഇടയാവും. मैं विश्वास कर रहा हूँ प्रभु का आत्मा आज सुबह हमें से काफ़ी लोगों को और भी चंगा करने वाला है, उसका छुटकारा अपने ऊपर देने वाला है. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇനിയും പലരെയും കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. बड़े बड़े कार्यों प्रभु करने वाला है. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. विश्वास के साथ में हमें अपना छुटकारा अपना चंगाई को स्वीकार करना है. വിശ്വാസത്തോടെ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ വിടുതലിനെ നമ്മുടെ സൗഖ്യത്തെ നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കണം. अपना विश्वास को हमें एक्टिवेट करना है, उपयोग करना है. നമ്മുടെ വിശ്വാസ ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കണം, അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. दाऊद कैसे उसका जो थैली में पत्थरों था उसको उठा के उन्होंने फेंका, तभी चमत्कार हुआ है. ദാവീദ് തന്റെ സഞ്ചിയിലിരുന്ന കല്ലുകളെ എടുത്തു അതിനെ എറിഞ്ഞപ്പോഴാണ് അവിടെ അത്ഭുതം നടക്കുവാനിടയായത്. दाऊद का बारे में हम भजन संगीता से भी सुना. ദാവീദിനെ പറ്റി നമ്മൾ സങ്കീർത്തനത്തിൽ കൂടിയും കേട്ടു. उस भजन में दाऊद ने खुद ऐसे कहा. ഈ സങ്കീർത്തനം ദാവീദ് ഇപ്രകാരം പറയുകയാണ് സ്വന്തമായിട്ട്. उस भजन संगीता 34 में ഈ സങ്കീർത്തനം 34 परमेश्वर का प्रोटेक्शन का बारे में उन्होंने कहा है. ദൈവത്തിന്റെ സംരക്ഷണത്തെ പറ്റിയാണ് ഇവിടെ ദാവീദ് പറയുന്നത്. मतलब स्वर्ग दूतों से संभालने वाला परमेश्वर. അതിന്റെ അർത്ഥം നമ്മളെ ഓരോരുത്തരെ സ്വർഗ്ഗദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന കർത്താവ്. परमेश्वर का प्रोविजन का बारे में बताया है. ദൈവത്തിന്റേതായ പ്രൊവിഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. मतलब जवान सिंहों भी भूखा बैठेगा ബാലസിംഹങ്ങളും ഇരകിട്ടാതെ ഇരിക്കുമ്പോൾ मगर परमेश्वर का डरवायों को कोई भी चीज में खड़ी ना होने वाला है. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ഈ സങ്കീർത്തനം പറയുന്നു. और उस भजन संगीता में प्रभु का डिलीवरेंस का बारे में बताया है. ഈ സങ്കീർത്തനം കർത്താവിന്റെ വിടുതലിനെ പറ്റി പറയുന്ന സങ്കീർത്തനമാണ്. धार्मिक लोगों का विपत्ति बहुत सा होती है, लेकिन उन सब में से प्रभु उनको छुटकारा देते हैं. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവിനെ വിടുവിക്കുന്നു എന്ന്. He will protect you, he will provide you and he will deliver you. കർത്താവ് നമ്മളെ സംരക്ഷിക്കും, സൂക്ഷിക്കും, കർത്താവ് നമുക്ക് വേണ്ടി കരുതുവാനിടയാകും. ये सब दाऊद का जीवन का अनुभव था. പ്രിയമുള്ളവരെ, ഇതെല്ലാം ദാവീദിന്റെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളാണ്. दाऊद के जीवन में अलग अलग सीजन्स था. ദാവീദിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഓരോരോ സീസൺസ് ഉണ്ടായിരുന്നു. सबके लिए एक समय है मेरा പ്രിയമുള്ളവരെ, എല്ലാത്തിനും ഓരോ സമയമുണ്ട്. परमेश्वर का बच्चा, ദൈവമക്കളെ, बीज बोने के लिए एक समय है, വിത്ത് വിതപ്പാൻ ഒരു സമയം, फसल उठाने के लिए एक समय है, കൊയ്യുവാൻ ഒരു സമയം, रोने के लिए एक समय है, കരയുവാൻ ഒരു സമയമുണ്ട്, गीत गाकर नाचने के लिए दूसरा एक समय है. സംഗീതത്തോടെ കർത്താവിനെ നൃത്തം ചെയ്യുവാൻ ഒരു സമയമുണ്ട്. परमेश्वर उनका समय में सब कुछ अच्छा करने वाला परमेश्वर. കർത്താവ് എല്ലാം തന്റെ സമയത്ത് നല്ലതായി ചെയ്യുന്നവനാണ്. आपका जीवन में भी आप इनमें से कोई एक सीजन से गुजरते होगा. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സീസണിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ इंतजार का समय होगा. ഇത് ചിലപ്പോൾ നമ്മുടെ കാത്തിരിപ്പിന്റെ സമയമായിരിക്കാം. सबसे मुश्किल, सबसे हालेलुया डिफिकल्ट टाइम है इंतजार का समय. കാത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു പ്രയാസമുള്ള സമയമാണ്. बीज बोया, നമ്മൾ വിത്ത് വിതച്ചു, कुछ काम कर रहे, ചില പ്രവൃത്തികൾ ചെയ്യുകയാണ്. इसलिए हमें टेंशन नहीं है, काम तो हो रहे, നമുക്ക് അതിന്റെ ടെൻഷൻ ഇല്ല, ഓരോ പ്രവൃത്തി നടക്കുകയാണ്. അവിടെ लेकिन बीज बोया उसी दिन फसल नहीं मिलने वाला. നമ്മൾ വിത്തിട്ട് ആ ദിവസം ഒരിക്കലും നമുക്ക് കൊയ്യുവാൻ സാധിക്കുകയില്ല. उसके लिए महीनों इंतजार करना അതിനു വേണ്ടി മാസങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. और जो इंतजार का समय सबसे टेंशन वाला समय ഈ കാത്തിരിപ്പിന്റെ സമയമാണ് ഏറ്റവും ടെൻഷനുള്ള സമയം. अब शायद उसी समय से गुजरते होगा. ചിലപ്പോൾ നിങ്ങൾ ഈ സമയത്തിൽ കൂടി ആയിരിക്കും കടന്നു जो പോകുന്നത്. परमेश्वर का हालेलुया कामों के लिए बाट जोहते रहते उनके लिए मैं कहना चाहता हूँ. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Those who are in their waiting season. ആരാണോ ഒരു കാത്തിരിപ്പിന്റെ അവസ്ഥയെ കൂടി ഇന്ന് ഈ പൽക്കാലം കടന്നു പോകുന്നത്, आपका रिजल्ट नतीजा के लिए जो इंतजार करने वाला लोग हैं, നിങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര്, वेटिंग पीरियड, നിങ്ങളുടേതായി വെയിറ്റിംഗ് പീരീഡ്,
आराम करने का समय नहीं है, നിങ്ങൾക്ക് ഇത് വിശ്രമിക്കുവാനുള്ള സമയമല്ല. उस वेटिंग पीरियड सोने का समय नहीं है, ഈ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ഉറങ്ങുവാനുള്ള സമയമല്ല. क्योंकि उस वेटिंग पीरियड में കാരണം ഈ വെയിറ്റിംഗ് जब പീരീഡിൽ आप सोते रहेगा, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് शत्रु आपका बीज को नष्ट करने के लिए कोशिश करेगा. ശത്രു വന്ന് നമ്മൾ വിതച്ച വിത്തിനെ നഷ്ടമാക്കുവാൻ ശ്രമിക്കും. आपका खेती में जंगली बीज बोने के लिए कोशिश करेगा. നമ്മുടേതായ വിത്തിന്റെ ഇടയ്ക്ക് കളകൾ നിറയുവാൻ പിശാച് ശ്രമിക്കും. वेटिंग पीरियड അതുകൊണ്ട് കാത്തിരിക്കുന്ന ഈ സമയം सबसे अधिक जागृत होके रहने का समय है. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടായിരിക്കേണ്ട സമയമാണ് നമ്മുടെ सबसे കാത്തിരിപ്പിന്റെ अधिक സമയം. प्रार्थना करने का समय है. അധികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. सबसे अधिक आत्मा में मजबूत होने का समय है. കൂടുതലായിട്ട് ആത്മാവിൽ ശക്തിപ്പെടേണ്ട സമയമാണിത്. आप इनमें से कोई भी एक सीजन से गुजरते होगा. നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു സീസണിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. प्रभु आपको सहायता करेगा. ദൈവം നിങ്ങളെ സഹായിക്കുവാനിടയാകും. कलीसिया हमें जानते हैं, ദൈവസഭയെ നമുക്കറിയാം. हम इतिहास का, कलीसिया का इतिहास का आखिरी पहर में आ पहुंचाए. നമ്മൾ സഭയുടെ ചരിത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നവരാണ്. സഭാചരിത്രത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. കലീസിയ, ഹല്ലേലൂയ, हम अंतिम दिनों में है. ദൈവസഭയെ നമ്മൾ സഭയുടേതായ അവസാന हम കാലഘട്ടത്തിലാണ്. एकदम अलग एक सीजन में है, നമ്മളൊരു വ്യത്യസ്തമായ സീസണിൽ കൂടിയാണ് കടന്നു एक പോകുന്നത്. अंतिम युग में है. നമ്മളൊരു അവസാന യുഗത്തിലാണ്. हम योवेल का किताब से उस आयत पढ़ के कुछ दिनों से मगन करते आ रहे हो. യോവേൽ പുസ്തകത്തിൽ നിന്ന് ഈ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വരികയാണ്. प्रेरितों का पुस्तक दूसरे अध्याय में भी उसी आयतों को वापस दोहरा के कहा है. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതേ വാക്യം പിന്നെ അവിടെ എടുത്തു उधर പറയുകയാണ്. पत्रोस ने क्या कहा? अंतिम समयों में അവിടെ പത്രോസ് പറയുകയാണ് അവസാന സമയത്ത് सारे प्रजा का ऊपर मेरा आत्मा को उंडेलेगा. ഞാൻ സർവ്വജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. सही है ना? ശരിയല്ലേ? अंतिम समय में, അവസാന സമയത്ത്. अंतिम समय का फिर मतलब क्या है? അവസാന സമയത്തിന്റേതായ അർത്ഥം എന്താണ്? पहले शतक में ही पत्रोस कहा ये अंतिम समय है. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പത്രോസ് പറയുകയാണ് ഇത് അവസാന സമയമാണ്. तो अभी 2000 साल हो गया, ഇപ്പോൾ 2000 വർഷം अभी കഴിഞ്ഞിരിക്കുന്നു. हम भी कह रहे ये अंतिम समय है. ഇപ്പോഴും നമ്മളും പറയുകയാണ് ഇത് അവസാന സമയമാണ്. इसका मतलब क्या है? ഇതിന്റെ അർത്ഥം എന്താണ്? हमें ऐसे जानना है. നമ്മൾ ഇങ്ങനെ അറിയണം. हालेलुया. जो समय शब्द इस्तेमाल किए इसका सही मतलब ऐसे था, സമയം എന്നുള്ള വാക്കിന്റെ ശരിയായ അർത്ഥം ഇപ്രകാരമാണ്. युग. അത് യുഗത്തെ കാണിക്കുന്നു. हालेलुया. एज, अंग्रेजी में एज कहा, യുഗം എന്ന് പറയുന്നു. एक टाइम पीरियड. ഒരു ടൈം പീരീഡ് ആണത്. तो हम अंतिम युग में है. നമ്മൾ അവസാന യുഗത്തിലാണ്, കാലത്തിലാണ്. अंतिम युग है कलीसिया का युग. അവസാന യുഗമാണ്, കാലമാണ് സഭയുടെ इस കാലം. अंतिम युग को दिया हुआ दूसरा नाम है हालेलुया ग्रेस पीरियड, ना तो अनुग्रह का युग. ഈ അവസാന കാലത്തിന് യുഗത്തിന് കൊടുത്തിരുന്ന മറ്റൊരു പേരാണ് കൃപായുഗം എന്ന്. महाराजा का प्रसन्नता का वर्ष. നമ്മുടെ മഹാരാജാവിന്റെ പ്രസാദ വർഷമാണിത്. हालेलुया. ഹല്ലേലൂയ. राजा ने अनाउंस किया രാജാവ് അനൗൺസ് ചെയ്തു इस जुबली ईयर में जो भी प्रभु की उपस्थिति में आएगा उनका पाप का क्षमा किया जाएगा. ഈ വർഷത്തിൽ ഈ ജൂബിലി ഇയറിൽ ആരെല്ലാം ദിവസത്തിലേക്ക് കടന്നു വരുന്നു അവരുടെ പാപത്തിന് ക്ഷമ കിട്ടുവാനിടയാണ്. हालेलुया. मैं आपको कहना चाहता हूँ, ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയാൻ इतिहास ആഗ്രഹിക്കുന്നു, में सबसे अधिक धन्य लोग हैं हम, ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. क्योंकि अपना जन्म इस अनुग्रह का युग में हुआ. കാരണം നമ്മുടെ ജന്മം നടന്നത് ഈ കൃപായുഗത്തിലാണ്. हालेलुया. ഹല്ലേലൂയ. जुनानियम से भक्तों से हम अधिक भाग्यशाली लोग हैं. പഴയ നിയമത്തിലെ ഭക്തന്മാരെക്കാൾ അധികമായിട്ട് നമ്മൾ इस ഭാഗ്യശാലികളാണ്. अनुग्रह का युग में जन्म होने के लिए प्रभु ने हमें मौका दिया. ഈ കൃപായുഗത്തിൽ ജനിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ना तो हम उस जो സത്കർമ്മം करके 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 तक जाने वाला था, അല്ലെങ്കിൽ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് ചെയ്ത് ക്ഷീണിച്ചു പോകുന്നവരായിരിക്കാം. लेकिन इस अनुग्रह का युग में अपना जन्म हो गया. പക്ഷേ നമ്മൾ ഈ കൃപായുഗത്തിലാണ് നമ്മൾ ജനിക്കുവാൻ ഇടയായത്. पत्रुस ने कहा इसका मतलब क्या है? अंतिम युग. പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ അവസാന യുഗം यीशु എന്നുള്ളത്. का हालेलुया सबसे बड़ा वायदों में एक वायदा है. യേശുവിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ ഒരു വാഗ്ദത്തമാണ്. स्वर्गारोहण करने से पहले उन्होंने दिया हुआ वायदा. സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുന്നേ യേശു കൊടുത്ത വലിയൊരു मत्ती വാഗ്ദത്തം. का सुसमाचार 28वां अध्याय में हम उस वायदा को देख सकते हैं. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ ആ വാഗ്ദത്തം കാണുന്നു. यीशु ने पहले एक ग्रेट कमीशन, हालेलुया, एक बहुत बड़ा एक दौत्य उसका
चेलों को दिया। യേശു അതിനു മുൻപേ വലിയൊരു ദൗത്യം തന്നെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. इसको हम अंग्रेजी में ग्रेट कमीशन कहते हैं। അതിനെ ഇംഗ്ലീഷിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് ग्रेट വിളിക്കുന്നു. कमीशन क्या है? ഗ്രേറ്റ് കമ്മീഷൻ എന്താണ്? धरती का आखिरी छोर तक जाके सुसमाचार बताना है। ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ്. हालेलुया। धरती को इसे आखिरी छोर होते हैं मेरा प्यारा। ഭൂമിക്കും അവന്റെ ആ ഒരു അറ്റമുണ്ട് പ്രിയമുള്ളവരെ. हालेलुया। पिछले दिन में कोई एक परमेश्वर का दास से बात कर रहा था। കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കർത്താവ് ദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ साइमन पास्टर गवाही दे रहा था, तभी कहा നമ്മുടെ സൈമൺ ബാസ് സാക്ഷ്യം പറഞ്ഞ സമയത്ത് अफ्रीका का एक साइड धरती के आखिरी छोर में एक है, ആഫ്രിക്കയുടെ ഒരു സൈഡ് ഭൂമിയുടെ ഒരു അറ്റത്തിന്റെ ഒരു ഭാഗമാണ്. जैसे पास्टर ने वो बताया। കർത്താവ് ദാസ് അങ്ങനെ പറയുകയാണ്. मेरे मन में ऐसे आशा आया, എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ऐसे വന്നു. धरती का हर आखिरी छोर में जाके खड़ा होना है, सुसमाचार बताना है। ഭൂമിയുടെ എല്ലാ ഇങ്ങനെയുള്ള ഓരോ അറ്റങ്ങളിലും പോയി നിന്നുകൊണ്ട് സുവിശേഷം പറയണമെന്നുള്ളത്. यीशु ने कहा धरती के आखिरी छोर तक आपको पहुंचना है। യേശു പറഞ്ഞതാണ് ഭൂമിയുടെ അറ്റം വരെ നമ്മൾ എത്തണമെന്നുള്ളത്. उसके बाद में यीशु ने क्या कहा? അതിനുശേഷം യേശു എന്താണ് പറഞ്ഞത്? मैं युग के अवसान तक अंत तक आपके साथ में रहेगा। ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം അന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. अंत तक रहेगा, ഈ ലോകത്തിന്റെ അന്ത്യം വരെ, കാലത്തിന്റെ അവസാനം വരെ. हालेलुया। धरती के आखिरी छोर तक जाना है हमें। ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ പോകണം. कलीसिया इस युग के अंत तक यीशु अपने साथ में रहेगा। സഭയെ ലോകത്തിന്റെ അവസാനം വരെ, ഈ കാലത്തിന്റെ അവസാനം വരെ 2000 साल पहले युग का आरंभ हुआ। 2000 വർഷം മുന്നേ ഈ യുഗത്തിന്റെ ആരംഭം ഉണ്ടായി. आज मैं आपको कहना चाहता ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, हालेलुया, इस युग का अंत होने का समय आ चुका है। ഈ യുഗത്തിന്റേതായ അവസാനത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. अंतिम युग का अंतिम समयों में हम आ पहुंचे। ഈ കാലത്തിന്റെ അവസാന സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. इसके बारे में हम सुन के आ रहे हो। അതിനെപ്പറ്റി നമ്മൾ കേട്ട് വരികയാണ്. हालेलुया। ഹല്ലേലൂയ. इस सीजन का बारे में, इस अंतिम दिनों का बारे में कुछ बातों में और भी आज बोलना चाहता हूँ। ഈ അന്തിമകാലത്തെ പറ്റി, സീസണിനെ പറ്റി അല്പകാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के बच्चों, हम देखा उस भाग में आपका पुत्रों और पुत्रियों भविष्यवाणी देगा। നമ്മൾ ആ ഭാഗത്തിൽ കണ്ടു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നുള്ളത്. आपका नवजवानों, നിങ്ങളുടെ യൗവനക്കാർ दर्शनों देखेगा, അവർ ദർശനങ്ങളെ കാണും. और आपका बुजुर्ग लोग स्वप्नों देखेगा। നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. इस सीजन का विशेषता है। അത് ഈ കാലത്തിന്റെ വിശേഷതയാണ്. मेरा एक विश्वास मैं आपको कहना चाहता हूँ, എൻ്റെ ഒരു വിശ്വാസം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. यीशु का आगमन से पहले യേശുവിന്റെ മടങ്ങിവരവിന് മുൻപ് ऐसे एक जागृति का सीजन जरूर होने वाला ഒരു ഉണർവിന്റെ സീസൺ തീർച്ചയായും ഉണ്ട്. सोरे कलीसिया को जगाने वाला एक सीजन। ഉറങ്ങുന്ന സഭയെല്ലാം ഉണർത്തുന്ന ഒരു ഉണർവ് വരാൻ പോവുകയാണ്. हालेलुया। ഹല്ലേലൂയ. उस सीजन में ആ സീസണില് स्वप्नों, दर्शनों, भविष्यवाणियों इंक्रीज होने वाला है, बढ़ने वाला है। സ്വപ്നങ്ങള്, ദർശനങ്ങള്, പ്രവചനങ്ങൾ അതെല്ലാം വർദ്ധിക്കുവാൻ പോവുകയാണ്. जैसे भविष्यद्वक्ता ने कहा, പ്രവാചകൻ പറഞ്ഞതുപോലെ मैं भविष्यद्वक्ताओं का दर्शनों को बढ़ाएगा। ഞാൻ പ്രവാചകന്മാരുടെ ദർശനങ്ങളെ വർദ്ധിപ്പിക്കും. एक अंतिम समय का कटने के लिए ഒരു അവസാന കാലത്തെ കൊയ്ത്തിന് വേണ്ടി भविष्यद्वक्ताओं का दर्शनों, स्वप्नों, भविष्यवाणियों बढ़ाने वाला एक सीजन जरूर होने वाला। പ്രവാചകന്മാരുടെ ദർശനങ്ങളെ, പ്രവചനങ്ങളെ എല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു സീസൺ വരികയാണ്. अगर हम अपने आप को समर्पण करने के लिए तैयार है तो നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സമർപ്പിക്കാൻ इस തയ്യാറാണെങ്കിൽ बड़े सीजन में प्रभु हमको भी उपयोग ഈ करे। വലിയ സീസണിൽ ദൈവം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുകയാണ്. हम बहुत भले अच्छे एक समय में जी रहे। നമ്മൾ വളരെ നല്ല ഒരു സമയത്താണ് നമ്മൾ We ജീവിക്കുന്നത്. are living in the best season of history. ചരിത്രത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയ ഏറ്റവും നല്ല यीशु സമയത്താണ് का നമ്മൾ दोबारा ജീവിക്കുന്നത്. आगमन से पहले യേശുവിന്റെ രണ്ടാം വരവിന് മുൻപ് एक बहुत बड़ा फसल के लिए प्रभु दुनिया को तैयारी कर रहे, उस सीजन में हम जी रहे। ഒരു വലിയ കൊയ്ത്തിനു വേണ്ടി കർത്താവ് ലോകത്തെ തയ്യാറാക്കുന്ന അതേ സമയത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. परमेश्वर का वचन जब आप सीखेगा तो ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ इस बातों क्लियरली आपको मालूम ഈ पड़ेगा। കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുകയാകും. थोड़ा समय हम उस वचन को सीखने के लिए जा रहे हैं। അല്പസമയം നമ്മൾ ആ വചനം പഠിക്കുവാൻ പോവുകയാണ്. स्वप्नों, സ്വപ്നങ്ങൾ, दर्शनों, ദർശനങ്ങൾ, भविष्यवाणी, പ്രവചനങ്ങൾ, dreams, visions and prophecies। സ്വപ്നം, ദർശനം, പ്രവചനം. मैं पिछले दिनों में भी शुक्रवार को भी कुछ बातों का കഴിഞ്ഞ ഫ്രൈഡേയിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. अय्यूब का किताब 33वां अध्याय से हम पढ़ा था। ഇയ്യോബില് 23 നമ്മൾ വായിച്ചു. 33 33 क्या लिखा था उधर? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? रात
को परमेश्वर अपना कानों को खोलेगा। രാത്രിയിൽ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കും. किस चीज के लिए? എന്തിനു വേണ്ടിയാണ്? स्वप्नों और दर्शनों देखने के സ്വപ്നവും ദർശനവും കാണുവാൻ വേണ്ടി. लिए रात को परमेश्वर खोलेगा രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുവാൻ ताकि ഇടയാകും. हम स्वप्नों और दर्शनों देख पाएगा। അപ്പോൾ നമുക്ക് സ്വപ്നങ്ങൾ ദർശനങ്ങൾ ये കാണുവാൻ സാധിക്കും. स्वप्नों परमेश्वर क्यों दे रहे? സ്വപ്നം എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് തരുന്നത്? उसी आयुब का किताब का आगे का आयतों से हम शुक्रवार को सुना था, യോബിന്റെ പുസ്തകത്തിലെ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമ്മളത് കേട്ടു. इसलिए मैं वापस ज्यादा नहीं कहना चाहता, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. सिर्फ एक बार मेंशन करके आगे जाना चाहता हूं। എങ്കിലും ഒരു പ്രാവശ്യം വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. हालेलुया। ഹല്ലേലൂയ. क्यों परमेश्वर स्वप्नों देते हैं? എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് സ്വപ്നം തരുന്നത്? 17वां आयत में लिखा है, 17 मनुष्य വാക്യം. को उसका कुकर्मों दुष्ट कर्मों से दूर रखने के लिए स्वप्नों देते हैं। മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനാണ് കർത്താവ് സ്വപ്നം परमेश्वर തരുന്നത്. क्यों आपको स्वप्नों से बात करते हैं? ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ സ്വപ്നത്തിൽ കൂടി സംസാരിക്കുന്നത്? आप जिस चाल से चल रहे उस चाल से प्रभु आपको दूर करना चाहते हैं। നമ്മൾ ഏത് വഴി കൂടിയാണോ നടക്കുന്നത് ആ വഴിയിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് സ്വപ്നം वो തരുന്നത്. स्वप्नों से आपको बात करेगा, ദൈവ സ്വപ്നത്തിൽ കൂടി നമ്മളോട് സംസാരിക്കും. बेटा तुम आज जो चल रहे उस रास्ता सही नहीं है, മകനെ, നീ ഇന്ന് നടക്കുന്ന ഈ വഴി ശരിയല്ല. उसमें से तुझे दूर होना पड़ेगा। ആ വഴിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് നീ ना മാറിപ്പോക. तो विपत्ति है उस रास्ता ആ में। വഴിയിൽ ആപത്തുകളുണ്ട്. क्या आपको प्रभु कभी ऐसे स्वप्नों से बात किया? ദൈവം നിങ്ങളോട് എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ കൂടി ഇങ്ങനെ उस സംസാരിച്ചിട്ടുണ്ടോ? स्वप्नों को नजरअंदाज मत करो। ആ സ്വപ്നത്തെ നമ്മൾ ആരും നിരസിക്കരുത്, അവഗണിക്കരുത്. परमेश्वर क्यों रात को स्वप्नों से बात करते हैं? ദൈവം എന്തുകൊണ്ടാണ് രാത്രി സ്വപ്നത്തിൽ കൂടി സംസാരിക്കുന്നത്? 17वां आयत में लिखा, 17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, उसका गलत कामों से, മനുഷ്യന്റെ തെറ്റായ വഴിയിൽ നിന്ന്, उसका दुष्कर्मों से प्रभु उसको दूर रखना चाहते हैं। മനുഷ്യനെ തന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് മാറ്റുവാൻ, അകറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. हालेलुया। गलती होने से पहले प्रभु आपको रोकना चाहते हैं। ഒരു തെറ്റ് വരുന്നതിന് മുന്നേ കർത്താവ് അവിടെ നിന്ന് നമ്മളെ മാറ്റുവാൻ आप ആഗ്രഹിക്കുന്നു. कभी ऐसे स्वप्न देखा होगा, നമ്മൾ പലപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. आप पाप कर रहे, നമ്മൾ പാപം ചെയ്യുന്നു. क्यों ऐसे स्वप्न देखा? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ क्योंकि प्रभु സ്വപ്നം आपको കാണുന്നത്? चेतावनी दे रहे, കാരണം കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, ऐसे होना नहीं है जीवन में। നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത്. हालेलुया। हालेलुया। एक वार्निंग दे चुका है। ഒരു വാണിംഗ്, മുന്നറിയിപ്പ് തരികയാണ് നമുക്ക്. धन्यवाद यीशु। ഹല്ലേലൂയ. क्या अलग अलग तरह का स्वप्न आते हैं ना, വിവിധ രീതിയിലുള്ള സ്വപ്നങ്ങൾ കടന്നു വരാറുണ്ട്. प्रभु उसमें से आपको बात कर रहे हैं। ദൈവാദി കൂടിയെല്ലാം നമ്മളോട് സംസാരിക്കുകയാണ്. परमेश्वर का वचन में ദൈവത്തിന്റെ വചനത്തില് काफी राजाओं स्वप्नों देखा है, അനേക രാജാക്കന്മാർ സ്വപ്നം കണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. विश्वासियों नहीं था। വിശ്വാസികളല്ലായിരുന്നു അവര്. मैंने क्या सीखा मालूम है? ഞാൻ എന്താണ് പഠിച്ചത്? स्वप्नों परमेश्वर सबको दे देगा, സ്വപ്നം കർത്താവ് എല്ലാവർക്കും കൊടുക്കും. विश्वासी हो ना हो। വിശ്വാസിയാവട്ടെ അല്ലാതാവട്ടെ. अब्राहम स्वप्न देखा, അബ്രഹാം സ്വപ്നം കണ്ടു. अबीमेलेक भी स्वप्न देखा, അബിമേലെക്ക് രാജാവും സ്വപ്നം, जोसेफ स्वप्न देखा, യോസഫ് സ്വപ്നം കണ്ടു, फारवो भी स्वप्न देखा। ഫറവോന് സ്വപ്നം കണ്ടു. हेलो। ഹല്ലേലൂയ. तो दुनिया में कोई भी इंसान से परमेश्वर स्वप्नों से बात करते हैं, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും കർത്താവ് ഏത് മനുഷ്യരോട് വേണമെങ്കിലും സ്വപ്നത്തിൽ കൂടി സംസാരിക്കാം. लेकिन परमेश्वर का वचन में എന്നാ ദൈവത്തിന്റെ വചനത്തില് परमेश्वर दर्शनों सिर्फ उनका बच्चों को दिया है। ദൈവം ദർശനങ്ങൾ കൊടുത്തത് തന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. ऐसा ही बोल रहे हैं क्या? ശരിയാണോ പറയുന്നത്? नेबुकदनेस्सर एक दर्शन देखा नहीं, നെബൂഖദ്നേസർ രാജാവ് ഒരിക്കലും ഒരു ദർശനം കണ്ടില്ല, एक स्वप्न देखा। ഒരു സ്വപ്നമാണ് കണ്ടത്. लेकिन दानियल केवल स्वप्न नहीं देखा, എന്നാ ദാനിയേൽ സ്വപ്നം മാത്രമല്ല കണ്ടത്, दानियल दर्शनों पाया। ദാനിയേൽ ദർശനങ്ങൾ കാണുന്ന उसका വ്യക്തിയാണ്. लेवल अलग है। അതിന്റെ ലെവൽ വളരെ വ്യത്യാസമാണ്. न्यू टेस्टमेंट में പുതിയ നിയമത്തില് हालेलुया अपोस्टल्स का जीवन आप स्टडी करके देखो, അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മൾ പഠിച്ചു न्यू നോക്കുകയാണെങ്കിൽ, टेस्टमेंट चर्च का अनुभव देखो, പുതിയ നിയമ സഭയുടെ ചരിത്രം നമ്മൾ न्यू പഠിക്കുകയാണെങ്കിൽ, टेस्टमेंट कलीसिया शुरू होने से पहले പുതിയ നിയമസഭ തുടങ്ങുന്നതിന് മുൻപ് काफी लोग स्वप्नों देखा था। അനേകർ സ്വപ്നങ്ങൾ കണ്ടു. कौन कौन देखा था? ആരൊക്കെ സ്വപ്നം കണ്ടു? यीशु का ना हालेलुया पिता जोसेफ, യേശുവിന്റെ काफी बार जोसेफ को परमेश्वर ने स्वप्नों से बात किया, യോസഫിനോട് പല പ്രാവശ്യം സ്വപ്നത്തിൽ കൂടി സംസാരിച്ചാൽ നമ്മൾ കാണുന്നു. लेकिन उस जो सीजन खत्म हो गया, എന്നാൽ ആ സീസൺ തീർന്നപ്പോൾ हालेलुया अब प्रेरितों का किताब का आगे देखेगा तो അപ്പോസ്തല പ്രവൃത്തി മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ, मतलब कलीसिया का स्थापना का बाद में देखेगा तो ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ, पौलुस ने रात
को एक स्वप्न देखा लिखा नहीं, പൗലോസ് രാത്രി ഒരു സ്വപ്നം കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. मगर लिखा पौलुस ने एक दर्शन देखा. പൗലോസ് അവിടെ ഒരു ദർശനം കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हालेलुया. ആമേൻ, ഹല്ലേലൂയ. मतलब परमेश्वर का बच्चों देखने वाला बातों स्वप्न से बढ़कर इंपॉर्टेंस है. ആമേൻ. परमेश्वर उसको कम्युनिकेट कर रहे, परमेश्वर उनको कुछ बातों प्रकट करके दे रहे. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മക്കൾ കാണുന്ന സ്വപ്നത്തെക്കാൾ വലിയ കാര്യമാണ്. ദൈവം അതിൽ കൂടി അവരോട് ചിലത് സംസാരിക്കുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. प्रभु आपको दर्शनों से बात करेगा. ദൈവം നിങ്ങളോട് ദർശനത്തിൽ കൂടി സംസാരിക്കാൻ ഇടയാകും. आयुब ने कहा बुरे कामों से हमें दूर रखने के लिए. യോബ് പറയാണ് മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് ദൂരത്ത് വെക്കുവാൻ. उसका आगे क्या लिखा है? മുന്നോട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? पुरुष को उसका घमंड से बचाने के लिए. പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാൻ. पुरुष को उसका हालेलुया. प्रभु कभी कभी स्वप्न दिखाएगा. കർത്താവ് പലപ്പോഴും സ്വപ്നം കാണിക്കും. नेबुकदनेस्सर उदाहरण है. നെബൂഖദ്നേസർ അതിന് ഉദാഹരണമാണ്. बहुत घमंडी इंसान का उदाहरण था ना नेबुकदनेस्सर. വളരെ ഗർവമുള്ള ഒരു മനുഷ്യൻ, അഹങ്കാരമുള്ള മനുഷ്യൻ ഉദാഹരണമാണ് നെബൂഖദ്നേസർ. नेबुकदनेस्सर ने उस बाबिलोन को बनाने के बाद में क्या बताया? നെബൂഖദ്നേസർ ബാബിലോൺ പണിതതിനു ശേഷം എന്താണ് പറഞ്ഞത്? देख मैंने मेरा अधिकार से, मेरा हाथ का बल से बनाया ഞാൻ എന്റെ അധികാരം കൊണ്ട്, എന്റെ കരത്തിന്റെ ശക്തി കൊണ്ടുണ്ടാക്കിയ महान बाबिलोन. മഹതിയാം ബാബിലോൺ. हालेलुया. ഹല്ലേലൂയ, ആമേൻ. क्या हो गया? എന്ത് സംഭവിച്ചു? परमेश्वर रात को एक स्वप्न दिखाया. ദൈവം രാത്രി നെബൂഖദ്നേസറിന് ഒരു സ്വപ്നം एक കാണിച്ചു. स्वप्न दिखाया. ഒരു സ്വപ്നം കാണിച്ചു. क्या स्वप्न दिखाया? എന്താണായിരുന്നു സ്വപ്നം? हालेलुया. तुम एक दिन तेरा जीवन में आएगा, ഒരു ദിവസം നിന്റെ ജീവൻ ഇങ്ങനെ ആയിരിക്കും. तुम जंगल में पशु जैसे घास खाने वाला है. നീ കാട്ടിലെ ഒരു മൃഗം പോലെ നീ പുല്ല് തിന്നുവാനിടയാ. सुना ना आपने? നിങ്ങൾ കേട്ടുവല്ലോ. हालेलुया. घमंड को कम करने के लिए स्वप्न देगा. ഗർവത്തെ കുറയ്ക്കുവാൻ വേണ്ടി സ്വപ്നം കൊടുക്കുന്നു. धन्यवाद यीशु. हालेलुया. ഹല്ലേലൂയ. ये क्यों दे रहे? എന്തിനു വേണ്ടിയാണ് സ്വപ്നം Why തരുന്നത്? God give you this dream? കർത്താവ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമുക്ക് സ്വപ്നം തരുന്നത്? 18वां आयत पढ़ लीजिए. कोई माइक देगा तो अच्छा है. उधर 18वां माइक वाक्य मिलेगा तो अच्छा है. 18वां आयत जरा पढ़ लीजिए. 33 का 18 पढ़ लीजिए. हालेलुया. भाई क्यों स्वप्न दिया? എന്തിനു വേണ്ടിയാണ് സ്വപ്നം തന്നത്? वो आपका प्राण को गड्ढा से बचाना അവൻ चाहते हैं. കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം वो അവന്റെ आपका ജീവനെ जीवन को കാക്കുന്നു. तलवार से बचाना चाहते. നമ്മുടെ ജീവനെ കർത്താവ് വാളിൽ നിന്ന് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. सुना ना आपने? നിങ്ങൾ കേട്ടുവല്ലോ. वो बात करेगा. ദൈവം സംസാരിക്കും. रात को अबीमेलेक का घर में प्रभु उतरा के उनसे बात किया. രാത്രി അബീമേലെക്ക് രാജാവിന്റെ വീട്ടിൽ കർത്താവ് ഇറങ്ങി സ്വപ്ന से बात സംസാരിച്ചു. किया. സ്വപ്നത്തിൽ കൂടി क्या बात സംസാരിച്ചു. किया? എന്താണ് സംസാരിച്ചത്? हालेलुया. तो जिस स्त्री को लेके आया ना, നീ ഏത് സ്ത്രീയാണോ നിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, छूना नहीं. അവളെ നീ തുടരുത്. उसको छूना नहीं. അവളെ നീ തുടരുത്. उनके पति एक भविष्यद्वक्ता है. അവളുടെ ഭർത്താവ് ഒരു പ്രവാചകനാണ്. मेरा दास है. അവൻ എന്റെ ദാസനാണ്. ഹല്ലേലൂയ. माय गॉड क्या प्रोटेक्शन है. देखो എത്ര വലിയ സംരക്ഷണമാണ് നമുക്ക് मैं നോക്കാം. शुक्रवार को भी कहा, वापस दौड़ा के कहना चाहता हूं. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. हालेलुया. ഹല്ലേലൂയ. कोई मुझे पूछा ആരോ എന്നോട് ചോദിച്ചു, पास्टर मेरा बेटी को मैं कुंफू सिखाने के लिए भेज रहा हूं. എൻ്റെ മകളെ ഞാൻ കരാട്ടെ പഠിക്കാൻ വിടുന്നു. कुंफू वो आसान है. कुंफू अलग है, कराटा अलग है. अलग अलग तरह का मार्शल आर्ट है. कुंफू सिखाने के लिए भेज रहा हूं. हालेलुया. ഹല്ലേലൂയ. क्या पास्टर वो सही है? പാസ്റ്റർ അത് ശരിയാണോ? मैंने पूछा क्यों कुंफू सिखाना चाहिए आपका बेटी को? ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങളുടെ മകളെ പഠിപ്പിക്കുന്നത്? धन्यवाद ईश्वर. तो उन्होंने कहा पास्टर सेल्फ डिफेंस के लिए. അദ്ദേഹം പറഞ്ഞത് സ്വയമായ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. मैंने उस बहन को कुछ बातों कहा के दिया. ഞാൻ ആ സഹോദരി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. मैंने बोला आपका बेटी कितना भी कुंफू सीखने दीजिए, നിങ്ങളുടെ മകളെ ഇങ്ങനെ എത്രമാത്രം ഇതൊക്കെ കരാട്ടെ कितना പഠിച്ചാലും, भी सेल्फ डिफेंस के लिए वो तैयार होने दीजिए. എത്രമാത്രം സെൽഫ് ഡിഫൻസിന് വേണ്ടി തയ്യാറായിരുന്നാലും कभी वो कोई भी सेल्फ डिफेंस काम में नहीं आएगा. ചില സമയത്ത് ഇതൊന്നും അത് ആവശ്യ സമയത്ത് ഉപകരിക്കുകയില്ല. हेलो
हाँ ना, अपना गांव में ऐसे कहते हैं കേരളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, हालेलुया कलरी आशान का बारे में, कलरी सिखाने वाला गुरु का बारे में, കളരി പഠിപ്പിക്കുന്ന ഗുരുക്കളെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. हालेलुया कलरी सिखाने वाला गुरु बहुत क्या बोलते हैं, मार्शल आर्ट वाला है वो, उसको कोई मार नहीं सकते. കളരി പഠിപ്പിക്കുന്ന ആശാന്മാരെ ആർക്കും അടിക്കാൻ കഴിയില്ല, അവർക്ക് എല്ലാ लेकिन അഭ്യാസം एक അറിയാം. प्रॉब्लम है, എന്താ പ്രശ്നം? उसका पैर जमीन में बराबर रखने के बाद में वो कुछ कर पाएगा. എന്നാൽ ഭൂമിയിൽ കാൽ ഉറച്ചു വെച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. एक कलरी गुरु बहुत मार खाया, ഒരു കളരിയിലെ ഗുരു ഒത്തിരി അടി കിട്ടി तो लोग അദ്ദേഹത്തിന്. उनको पूछा क्या हो गया, അദ്ദേഹത്തോട് ആൾക്കാർ ചോദിച്ചു എന്ത് आप तो സംഭവിച്ചു? कलरी आशान है, നിങ്ങൾ കളരി ആശാനാണ്, आपको इतने लोग पकड़ के कैसे मारे, आप तो बहुत बड़ा आशान है ना, बहुत बड़ा उस्ताद है ना, നിങ്ങൾ വലിയ ഗുരുവല്ലേ, നിങ്ങളെ എങ്ങനെയാണ് ഇത്ര പേർ ചേർന്ന് അടിച്ചത്? अब इतना क्यों मार खाया? എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഇത്ര അടി കിട്ടിയത് നിങ്ങൾ उन्होंने ആശാനായിട്ട്? क्या कहा मालूम है? അദ്ദേഹം എന്താണ് अरे പറഞ്ഞത്? पैर नीचे छूने के लिए नहीं दिया, കാല് ഭൂമിയിൽ കുത്തുവാൻ അവർ അനുവദിച്ചില്ല. നിലം തൊടാൻ സമ്മതിച്ചില്ല. പിന്നെ എങ്ങനെ हालेलुया ചോട് വെക്കുന്നത്, ചോട് വെക്കാതെ അടിക്കാൻ പറ്റുമോ? हालेलुया कभी कभी क्या है ना, आपका कलरी, आपका कुंफू, आपका कराटा काम में नहीं आएगा. ഒരിക്കലും നമ്മുടെ ഇങ്ങനെയുള്ള മാർഷൽ ആർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തില് पैर छूने के लिए नहीं देगा. കാല് നിലത്ത് വെക്കാൻ സമ്മതിക്കുകയില്ല. That's a fact, child of God. ഇത് ഒരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. लेकिन എന്നാൽ परमेश्वर कभी क्या करेगा मालूम है? എന്നാൽ ദൈവം എന്താണ് उसका ചെയ്യുന്നത്? स्वर्गदूतों को भेजेगा. ആമേ, തന്റെ സ്വർഗ്ഗദൂതന്മാരെ क्या അയക്കുവാൻ. नहीं भेजेगा? എന്തുകൊണ്ട് അയക്കില്ല? देखो अबीमेलेक का घर में, അബിമേലെക്കിന്റെ ഭവനത്തില് हालेलुया परमेश्वर अबीमेलेक को स्वप्न दिखा रहे, ദൈവം അബിമേലെക്കിന്റെ സ്വപ്നം കാണിക്കുകയാണ്. मेरा बेटा अब्राहम का पत्नी को तुम छूना नहीं है. എന്റെ മകനെ അബ്രഹാമിന്റെ ഭാര്യയെ നീ തൊടരുത്. क्या परमेश्वर आपके लिए नहीं करेगा? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് आपका ചെയ്യില്ലേ? बच्चों के लिए नहीं करेगा? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് अपना ചെയ്യില്ലേ? बेटियों को मैं कहना चाहता हूँ, നമ്മുടെ डरो मत. നമ്മുടെ മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഡറോ മത്. ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു You are ആവശ്യമില്ല. under the protection of God. നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്. No evil can touch you. ഒരു ശത്രു നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല. It's not your pepper spray. ഇത് നിങ്ങളുടെ പെപ്പർ സ്പ്രേയുടെ കരുത്ത് കൊണ്ടല്ല, Not because you know the martial arts, hallelujah. നിങ്ങൾക്ക് മാർഷൽ ആർട്ട് അറിയാവുന്നത് കൊണ്ടല്ല. But there is a divine protection over you. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ദൈവിക ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് आपको കൊണ്ടാണ്. विरुद्ध में आए दलों को परमेश्वर कितना बार भगाया है. യുദ്ധത്തിന് വന്നവരെ എത്രയോ പ്രാവശ്യം കർത്താവ് ഓടിച്ചു. Hallelujah. Be under the protection of God. നമ്മളെല്ലാരും ദൈവത്തിന്റെ ആ That പ്രൊട്ടക്ഷന്റെ is കീഴിലാണ്. sufficient for a child of God. That is sufficient for a child of God. അത് ദൈവത്തിന്റെ മക്കൾക്ക് ഇത് സഫിഷ്യന്റ് ആണ്. Hallelujah. ഹല്ലേലൂയ. ये मेरा हलल दास का पत्नी है. ഇതെന്റെ ദാസന്റെ ഭാര്യയാണ്. धन्यवाद ईश्वर. ഹല്ലേലൂയ. He is my prophet. അവൻ എന്റെ പ്രവാചകനാണ്. परमेश्वर आपके बारे में क्या कह रहे? ദൈവം നിങ്ങളെ പറ്റി എന്താണ് പറയുന്നത്? मेरा अभिषेक है, എന്റെ അഭിഷേകത്തിനാണ് मेरा നിങ്ങൾ. anointing उसके ऊपर है. എന്റെ അഭിഷേകം ഓരോരുത്തരുടെ മേലുണ്ട്. एक रेवलेशन में आपको कहेगा. ഒരു വെളിപ്പാട് ഞങ്ങളോട് പറയുകയാണ്. शैतान क्या करना चाहते हैं? പിശാച് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? सारा को डिस्ट्रॉय करना चाहते हैं. സാറയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. क्यों डिस्ट्रॉय करना चाहते हैं? എന്തുകൊണ്ടാണ് നശിപ്പിക്കാൻ ആഗ്രഹിച്ചത്? अब्राहम का परिवार के बारे में एक वायदा है. കാരണം അബ്രഹാമിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു क्या वायदा വാഗ്ദത്തമുണ്ട്. है? എന്താണ് ആ The വാഗ്ദത്തം? seed of Abraham. അബ്രഹാമിന്റെ വിത്തിൽ अब्राहम നിന്ന് का वंश के बारे में അബ്രഹാമിന്റെ एक വംശത്തെ പറ്റി वायदा है. ഒരു വാഗ്ദത്തമുണ്ട്. There is a seed inside Abraham. അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു വിത്തുണ്ട്. उस सीड हलल सारा से बाहर आना चाहिए. ആ വിത്ത് അത് സാറയിൽ കൂടിയാണ് പുറത്തു शैतान വരുന്നത്. नाश करना चाहिए. പിശാച് അതുകൊണ്ടാണ് നശിപ്പിക്കാൻ लेकिन ആഗ്രഹിക്കുന്നത്. प्रोटेक्ट करने वाला है. ആ ദൈവം അതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. इसलिए आयुब ने कहा, അതുകൊണ്ടാണ് യോ പറഞ്ഞത്, परमेश्वर ने क्या करेगा? ദൈവം എന്ത് ചെയ്യും? स्वप्नों में मोहर डालने वाला परमेश्वर है. സ്വപ്നത്തിൽ കൂടി മുദ്രയിടുന്നതാണ് കർത്താവ്. परमेश्वर स्वप्नों में मोहर डालेगा. സ്വപ്നത്തിൽ കൂടി കർത്താവ് മുദ്രയിടും. आपका वायदों को मोहर डालेगा. നിങ്ങളുടേതായ വാഗ്ദത്തങ്ങളെ आपका മുദ്രയിടും. वायदों नष्ट ना होने के लिए. നിങ്ങളുടെ വാഗ്ദത്തം Even in your നഷ്ടമായിരിക്കുവാൻ dreams, God is going to seal and protect your promises. ദൈവം നിങ്ങൾക്ക് സ്വപ്നങ്ങളെ തന്ന് നിങ്ങളുടെ താലിയ വാഗ്ദത്തങ്ങളെ ബജാക്കർ. പ്രൊട്ടക്ട് ചെയ്യാൻ ഇടയാക്കും. अल्बा शेकेले लक्ष्य कमाने. ഹല്ലേലൂയ. कितना लोग इस वचन समझ में आ रहे? എത്ര പേർക്ക് ഈ വചനം മനസ്സിലാവുന്നു? हालेलुया. ഹല്ലേലൂയ. थैंक यू होली स्पिरिट. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. हालेलुया. तलवार से बचाने के लिए, വാളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി स्वप्नों से बात करने वाले परमेश्वर. സ്വപ്നത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്ന കർത്താവ്. फरवो को प्रभु ने स्वप्नों से बात किया. ഫറവോനോട് ദൈവം സ്വപ്നത്തിൽ കൂടി സംസാരിച്ചു. फरवो का स्वप्न का विशेषता, ഫറവോന്റെ സ്വപ്നത്തിന്റെ വിശേഷത, हालेलुया, जोसेफ का छुटकारा का हालेलुया बैकग्राउंड है. ജോസഫിന്റെ വിടുതലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഫറവോന്റെ സ്വപ്നം.
मैं ऐसे सोचता हूँ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, परमेश्वर फरवो को क्यों सपना दिया मालूम है? ദൈവം എന്തുകൊണ്ടാണ് ഫറവോന് സ്വപ്നം കൊടുത്തത്? अकाल आएगा बोल के, ക്ഷാമം വരുമെന്ന് പറഞ്ഞുകൊണ്ട്. कि मिस्र के लोगों के लिए അത് മിസ്രൈമിലുള്ളവർക്ക് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. जोसेफ तेरे लिए, യോസഫേ, അത് നിനക്ക് വേണ്ടിയാണ് ആ സ്വപ്നം तेरा കൊടുത്തത്. बारे में कुछ पद्धति है इसलिए, നിന്നെ പറ്റി കർത്താവിന് ചില പദ്ധതികളുണ്ട്, तेरा അതുകൊണ്ടാണ്. कुछ वायदा इसलिए। നിന്റെ വാഗ്ദത്തമുണ്ട്, അതുകൊണ്ട്. क्या परमेश्वर का बच्चा आप विश्वास नहीं कर पा रहे? ദൈവമക്കളെ, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലയോ? आपके लिए നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി देश का राजाओं को प्रभु बात करेगा, ദേശത്തിലെ രാജാവിനോട് ദൈവം സംസാരിക്കുകയിടയാകും. ആമേൻ. आपके लिए देश का राजाओं को प्रभु स्वप्न से बात करेगा, നിങ്ങൾക്ക് വേണ്ടി ദേശത്തിലെ രാജാക്കന്മാരോട് ദൈവം സ്വപ്നത്തിൽ കൂടി സംസാരിക്കും. आज भी बात करेगा, ഇന്നും ദൈവം സംസാരിക്കും. आज भी देश का नेताओं को आपके लिए बात करेगा। ഇന്നും ദേശത്തിലെ നേതാക്കന്മാരോട് നിങ്ങൾക്ക് വേണ്ടി क्या कहेगा സംസാരിക്കും. मालूम है? എന്താണ് वो പറയുന്നത്? मेरा बच्चा है, എന്റെ മക്കളാണ് उसको അവര്, छूना नहीं है। അവരെ തൊടരുത്. भजन संगीता 105 में लिखा है, സങ്കീർത്തനം 105 जब इस्राएल का लोग मरुभूमि से गुजर रहे था, ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടി उनका കടന്നുപോയപ്പോൾ यात्रा के बीच में അവർ യാത്രയുടെ നടുവിൽ वचन में इसे लिखा है, വചനത്തിൽ പ്രകാരം उन्होंने राजाओं को धमकी दिया। അവർ രാജാക്കന്മാർക്ക് ഭീഷണി കൊടുത്തു. उन्होंने राजाओं को, वो हिंदी ट्रांसलेशन, അവൻ രാജാക്കന്മാരെ ശാസിച്ചു. मलयालम में लिखा है डाटा, लेकिन हिंदी में लिखे उन्होंने राजाओं को धमकी दिया। ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന രാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തി. क्या धमकी दिया? എന്താണ് Do not ഭീഷണിപ്പെടുത്തിയത്? touch my anointed one. എന്റെ അഭിഷക്തന്മാരെ തൊടരുത്. मेरा भविष्यद्वक्ताओं को, എന്റെ मेरे പ്രവാചകന്മാരെ, अभिषिक्त लोगों को എന്റെ അഭിഷക്തന്മാരെ छूना नहीं है। തൊട്ടുപോകരുത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. मैं आज सुबह वापस कहना चाहता ഇന്ന് രാവിലെ ഞാൻ പിന്നെയും പറയാൻ हूं, ആഗ്രഹിക്കുന്നു. कुछ लोगों से प्रभु बात कर, ഇന്ന് രാവിലെ ചില വ്യക്തിയോട് ദൈവം इसलिए कहना സംസാരിക്കുന്നു. चाहता हूं। आयशा 54 में क्या लिखा है? യെശയ്യാ 54 എന്താണ് എഴുതിയിരിക്കുന്നത്? हालेलुया। हथियार बनाने वाला हथियार बनाते हैं, ആയുധമുണ്ടാക്കുന്നവർ ആയുധമുണ്ടാക്കുന്നു. हालेलुया। नाश करने का शक्तियों, वैसे नाश करने वाला हथियारों बनाते हैं। അവർ നശിപ്പിക്കാനുള്ള ആയുധമുണ്ടാക്കുന്നു. तेरा विरुद्ध में अगर कोई भी लड़ने के लिए आएगा तो നിനക്ക് വിരോധമായിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ वो मेरा इच्छा का अनुसार नहीं। അതെന്റെ ഹിതപ്രകാരമല്ല. परमेश्वर ने क्या करे? ദൈവം എന്താണ് ഇവിടെ अगर आपका പറയുന്നത്? विरुद्ध में कोई लड़ने के लिए आया, നിനക്ക് വിരോധമായിട്ട് ആരെങ്കിലും परमेश्वर की इच्छा के अनुसार नहीं, യുദ്ധം ചെയ്യാൻ വന്നാൽ അതെന്റെ ഹിതപ്രകാരമല്ല. वो शत्रु शैतान की इच्छा के अनुसार है। അത് പിശാചിന്റെ ഇഷ്ടപ്രകാരമാണ്. अगले आयत में क्या लिखा है? അടുത്ത വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? लोहार तो लोहा से कोई हथियार बनाएगा, കൊല്ലൻ തന്റെ ഇരുമ്പ് ഒഴിച്ച് ചില ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. नाश करने के लिए संहार का शक्ति को भी बनाते हैं, നശിപ്പിക്കാൻ വേണ്ടി ആ സംഹാര ശക്തിയെ ഉപയോഗിക്കുന്നു. लेकिन എന്നാൽ तेरा विरुद्ध में बनाने वाला हथियार कामयाबी ना होने। നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? इधर इधर क्या लिखा है मालूम है? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? कोई भी हथियार बनने दीजिए, ആര് ഏത് ആയുധം ഉണ്ടാക്കിക്കോട്ടെ, वो हथियार उनका अधिकार, उसका कंट्रोल में नहीं है। ആയുധം അവരുടെ കൺട്രോളിലല്ല, वो हथियार परमेश्वर का कंट्रोल में है। ആയുധമെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. आपका विरुद्ध में कोई भी हथियार बनाने दीजिए, നിങ്ങൾക്ക് വിരോധമായിട്ട് ആര് എന്ത് ആയുധം ഉണ്ടാക്കിക്കോട്ടെ, हालेलुया, ഹല്ലേലൂയ, परमेश्वर उसको कंट्रोल करेगा। ദൈവം അതിനെ നിയന്ത്രിക്കുകയിടയാകും. कामयाबी होने वाला नहीं। അതൊരിക്കലും ഫലിക്കയില്ല. शैतान कुछ भी पद्धति आपका विरुद्ध में बनाने दीजिए, പിശാച് എന്ത് പദ്ധതി നമുക്കെതിരായിട്ട് बोलो ഉണ്ടാക്കിക്കോട്ടെ, ना, कामयाबी होने वाला നമുക്ക് പറയാം അതൊന്നും ഫലിക്കയില്ല. प्रभु को धन्यवाद दीजिए। ദൈവത്തിന് നന്ദി കരേറ്റാം. हालेलुया, ഹല്ലേലൂയ, थैंक यू होली स्पिरिट, ആമേൻ, ഹല്ലേലൂയ, थैंक यू होली स्पिरिट, ആമേൻ, താങ്ക് യു, थैंक यू होली स्पिरिट, थैंक यू होली स्पिरिट। हालेलुया। सब लोग दौड़ दौड़ प्रभु को धन्यवाद दीजिए। എല്ലാവരും അല്പസമയം ദൈവത്തിന് നന്ദി കരേറ്റാം. मैं जल्दी सीजन के बारे में बोलना चाहता हूँ। പെട്ടെന്ന് ഞാൻ സീസണിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. सीजन के बारे में कुछ वचनों प्रभु ने मेरे मन के अंदर दिया है। സീസണിനെ പറ്റി ചില വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ इस തന്നിട്ടുണ്ട്. युग के बारे में, ഈ കാലത്തെ പറ്റി, इस युग का अंतिम समयों का बारे में, ഈ കാലത്തിന്റെ അവസാന സമയത്തെ പറ്റി, यीशु ने बताया बातों में, യേശു പറഞ്ഞ കാര്യങ്ങളില്, भविष्यवाणियों में, പ്രവചനങ്ങളില് इस अंतिम युग का अंतिम समयों का बारे में कुछ सूचना है, അവസാന കാലത്തെ പറ്റി, അവസാന സമയത്തെ പറ്റി ചില സൂചനകളുണ്ട്, कुछ इंफॉर्मेशंस दिया है। ചില ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. हालेलुया। हालेलुया। वो मैं साथ में रखे कुछ बातों में आज आपको कहना चाहता അത് ഒന്നിച്ച് വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. हूं। यीशु ने कहा, യേശു പറഞ്ഞു, कोई भी काम नहीं कर पाएगा वैसे रात आगे है। ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി കടന്നു വരുന്നു. सचमुच में യഥാർത്ഥത്തിൽ पिछले 2000 साल
ഈ കഴിഞ്ഞ 2000 हम വർഷം एक लंबी रात से गुजर रहे हैं നമ്മൾ ഒരു നീണ്ട രാത്രിയിൽ കൂടെ കടന്നു और പോവുകയാണ്. हम उस इंतजार में है, നമ്മൾ ഈ ഒരു കാത്തിരിപ്പിലാണ്. भोर का इंतजार में है. ഒരു ഉഷസ്സിന്റെ ഒരു രാവിലേക്ക് कौन വേണ്ടി सा भोर का കാത്തിരിക്കുകയാണ്. इंतजार में है? ഏത് പ്രഭാതത്തിന്റെ जैसे मलाकी കാത്തിരിപ്പാണ്? भविष्यद्वक्ता ने कहा, മലാക്കി പ്രവാചകൻ പറഞ്ഞതുപോലെ हालेलुया, धार्मिकता का सूरज, നീതി സൂര്യൻ हालेलुया, उदय होने का एक भोर का इंतजार में. ഉദിക്കുവാനുള്ള ഒരു ഉഷസ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. धार्मिकता का सूरज का हालेलुया उदय का इंतजार में हम. നീതി സൂര്യന്റെ ഒരു ഉദയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഓരോരുത്തരും. रात बहुत लंबी रात है. ഈ രാത്രി വളരെ നീണ്ടതാണ്. हम बहुत हालेलुया आकांक्षा के साथ में पूछ रहे, प्रभु ये रात कभी खत्म हो जाए, നമ്മൾ വളരെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, കർത്താവേ ഈ രാത്രി എപ്പോഴാണ് इस തീരുന്നത്? युग कभी खत्म होने ഈ वाला है, യുഗം എപ്പോഴാണ് തീരുന്നത്? आपका आगमन कभी होने वाला है. കർത്താവേ നിന്റെ വരവ് എപ്പോഴാണ്? सचमुच में हम दिल से प्रार्थना कर रहे हैं, प्रभु आप जल्दी आ जाइए, യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ വേഗം क्योंकि വരണമേ. परमेश्वर का बच्चा के लिए इस दुनिया योग्य नहीं है, लायक नहीं. കാരണം ദൈവമക്കളായ നമുക്ക് ആർക്കും വേണ്ടി ഈ ലോകം യോഗ്യമല്ല. हालेलुया. ഹല്ലേലൂയ. परमेश्वर का वचन में इसे लिखा है, ദൈവം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, उस जमाना में ആ കാലത്ത് रात को पहरुआ लोगों को खड़ा करते था. രാത്രിയിൽ കാവൽക്കാരെ ആക്കുമായിരുന്നു. ये पहरुआ लोग ഈ കാവൽക്കാർ रात का पहर क्या है वो बताने वाला था. രാത്രിയിലേതായ യാമം എന്താണെന്ന് പറയുന്നവരായിരുന്നു. यात्रा करके आने वाला लोग ദീർഘദൂര യാത്ര ചെയ്ത് അവിടെ കടന്നു വരുന്നവര് सुबह उठ के उनको उसका यात्रा हाल वापस करना है, शुरू करना है. അവർക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് അവർ യാത്ര തുടങ്ങേണ്ടത് ആവശ്യമാണ്. वो पूछते रहेगा, അതുകൊണ്ട് അവർ കാവൽക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കും, हे पहरुआ अभी रात क्या हुआ? കാവൽക്കാരാ രാത്രി എന്തായി? ऐशिया का किताब में हम ऐसे एक भाग हम देख सकते हैं. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഈ ഭാഗം നമ്മൾ കാണുന്നു. ऐसे पहरुआ को पूछ रहे, അവിടെ കാവൽക്കാരോട് ചോദിക്കുകയാണ്, हे पहरुआ ഏ കാവൽക്കാരാ रात अभी क्या हुआ? രാത്രി ഇപ്പോൾ എന്തായി? प्रभु ने पहरुआ लोगों को रखा है, ദൈവം കാവൽക്കാരെ വെച്ചിട്ടുണ്ട് रात क्या हुआ करके बताने के लिए. രാത്രി എവിടെ വരെയായി എന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി. बाइबल लिखा उस जमाना में, फर्स्ट सेंचुरी में, ബൈബിൾ എഴുതിയ ഫസ്റ്റ് ആദ്യ और നൂറ്റാണ്ടില് रोमन सिस्टम के अनुसार റോമൻ സിസ്റ്റം അനുസരിച്ച് एक रात को 4 पहरों रहता था. 4 पहरों, 4 यामंगल. 4 യാമങ്ങൾ एक ഉണ്ടായിരുന്നു. रात को 4 पहरों रहते था. ഒരു രാത്രിക്ക് 4 യാമങ്ങൾ पहले ഉണ്ടായിരുന്നു. का पहर ഒന്നാമത്തെ യാമം इवनिंग, ഈവനിങ്, हालेलुया, 6 बजे शुरू होने वाला इवनिंग का पहर होता था. 6 മണിക്ക് തുടങ്ങുന്ന ആ ഈവനിങ് എന്ന യാമം. उसके बाद में അതിനുശേഷം हालेलुया फिर अगले पहर, അടുത്ത യാമം, फिर मिडनाइट होते. അതിനുശേഷം മിഡ് നൈറ്റ്. मरकुस का पुस्तक 13वां अध्याय का जरा देख लीजिए, मार्क चैप्टर 13 में इस चारों पहरों का बारे में बताया गया है. മാർക്ക് 13 ഈ 4 യാമത്തെ പറ്റി പറയുന്നു. 13 का 35 पढ़ लीजिए. मरकुस 13 का 35. हाँ हाँ, साँझ को जागते रहो, क्योंकि जानता नहीं है घर का स्वामी. कब आएगा? घर का स्वामी कौन है? यीशु मसीह। यीशु मसीह कभी आएगा हमें जानता नहीं, इसलिए हमें जागते रहना है. हाँ जरा देख लीजिए. साँझ को सांझ को, वो पहले पहर है. यानी सांझ को आधी यदि रात को आधी रात को या मुर्ग के बांग देने के समय मुर्ग के बांग देने का समय, वो तीसरा पहर है, या भोर को। या भोर को. 4 पहरों का बारे में उधर कहा है. 4 യാമത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. हालेलुया, मुर्ग बांग देने वाला पहर. കോഴി കൂകുന്ന സമയം. सुबह मुझे कोई उसके बारे में क्वेश्चन पूछा था. രാവിലെ ഒരു വ്യക്തി എന്നോട് ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. पत्रुस, हालेलुया, उन्होंने उनको यीशु ने चेतावनी दिया, പത്രോസിനോട് യേശു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, मुर्ग आज रात को बांग देने से पहले तुम 3 बार मुझे इनकार करने वाला है. ഇന്ന് കോഴി കൂവുന്നതിന് മുന്നേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. भूलना नहीं है, मैंने इस जो बातों बताने वाला बातों भूलना नहीं है. हालेलुया, मुर्ग बांग देने वाला पहाड़. हालेलुया. आपको जानते हैं നിങ്ങൾക്കറിയാമോ, उस जमाने में रात को क्लॉक नहीं था. ആ കാലത്ത് രാത്രി ക്ലോക്ക് ഇല്ലായിരുന്നു.
फिर कैसे इनको पता मिलता था समय? പിന്നെ എങ്ങനെയാണ് അവർക്ക് സമയം जब मुर्ग അറിഞ്ഞിരുന്നത്? बांग देगा കോഴി കൂവുമ്പോൾ तभी उनको मालूम पड़ेगा तीसरा पहर हो गया। അപ്പോൾ അവർക്ക് മനസ്സിലാവും മൂന്നാം യാമമായി എന്ന്. हालेलुया, तीसरा पहर हो गया है। മൂന്നാം यीशु ने യാമമായി. कहा मुर्ग बांग देने वाला पहर। യേശു പറയുകയാണ് കോഴി കൂവുന്ന മൂന്നാം യാമം. रोमन मिलिट्री में റോമൻ മിലിറ്ററിയില് हर पहर में, हालेलुया, पहर खत्म होते, എല്ലാ യാമവും തീരുമ്പോൾ चेंज होते, ചേഞ്ച് ആവുന്ന സമയത്ത് हालेलुया, ब्यूगल, मिलिट्री ब्यूगल, ना तो मिलिट्री जो उनका क्या बोलते हैं, हालेलुया, ट्रम्पेट, वो लोग बजाते था। മിലിറ്ററിയിലുള്ള ഒരു കാഹളം അവര് ഊതുമായിരുന്നു. उस ट्रम्पेट बजाने के समय में लोगों को मालूम पड़ेगा ആ കാഹളം ഊതുമ്പോൾ ജനത്തിന് ये മനസ്സിലാവും पहर खत्म हो गया। ഈ യാമം തീർന്നു. तो तीसरा पहर का नाम क्या है? മൂന്നാം യാമത്തിന്റെ പേരെന്താണ്? मुर्गी बांगने का समय है। കോഴി കൂവുന്ന സമയം. इसलिए उस जमाने में, അതുകൊണ്ട് ആ കാലത്തില് हालेलुया, ये जो तीसरा पहर का ब्यूगल सुनेगा ना, മൂന്നാം യാമത്തിൻ്റെതായ കാഹളം കേൾക്കുമ്പോൾ लोग कहेगा അവർ പറയും मुर्गी बांग दिया। കോഴി കൂകി എന്ന്. हेलो, हालेलुया। मुर्गी बांग दिया। कोड़ी उस को- ब्यूगल कान में आएगा, ആ കാഹളം उस കാതുകളിൽ शब्द എത്തുമ്പോൾ, कान में आएगा। ആ ശബ്ദം കാതുകളിൽ വരുമ്പോൾ उस समय में, हालेलुया, पहरू लोग चेंज होने वाला है। ആ സമയത്ത് കാവൽക്കാർ മാറുവാനിടയാണ്. पोजीशन चेंज करने वाला അവരുടേതായ है। മാറുവാനിടയാണ്. नया टीम आने वाला है। പുതിയ ടീം കടന്നു വരും. मैं सीजन्स का बारे में कहने के ഞാൻ लिए സീസൺസിനെ आ रहा हूं പറ്റി भाई। പറയാൻ कुछ വേണ്ടിയാണ് बहुत വന്നത്. मुख्य बात कहने के लिए आ रहा हूं। വളരെ മുഖ്യമായ കാര്യം പറയാൻ आपको വരികയാണ്. समझा के धीरे धीरे लेके आ रहा हूं। നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ്. ब्यूगल सुनेगा, കാഹളം കേൾക്കും, लोग कहेगा ജനം പറയും हालेलुया, आखिरी पहर अभी शुरू होने वाला है। അവസാന യാമം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. हालेलुया, ഹല്ലേലൂയ. हालेलुया, मुर्गी बांग दिया है। കോഴി കൂകി. यीशु ने मार्क 13 में भी कहा मुर्गी बांग देने वाला एक पहर है। യേശു മാർക്ക് 13 പറയുകയാണ് കോഴി കൂകുന്ന ഒരു वो शब्द യാമമുണ്ട്. सुनेगा तो आपका मेमोरी, आपका याद कहाँ जाएगा? ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ उसी ഓർമ്മയുടെ പോകും. घटना, पत्रुस का घटना, പത്രോസിന്റേതായ അസംഭവത്തിലേക്ക് നമ്മൾ मुर्गी ഓർമ്മ പോകും. बांग देने से पहले കോഴി കൂകുന്നതിന് മുൻപ് तुम 3 बार मुझे इनकार നീ करेगा। 3 പ്രാവശ്യം എന്നെ തള്ളി പറയും. हालेलुया, हालेलुया। मुर्गी बांग देने का समय में, मतलब उस जो पहर खत्म होते वैसे ही ആ യാമം തീരുന്ന സമയത്ത് लास्ट पहर शुरू होने वाला है। അവസാന യാമം തുടങ്ങുവാൻ ഇടയാകും. हालेलुया, मुर्गी 2 बार पहर देगा, बांग देगा। मुर्गी 2 बार बांग देगा ना, इसका मतलब क्या है? 2 പ്രാവശ്യം കോഴി കൂകുന്നതിന്റെ അർത്ഥം तीसरा എന്താണ്? पहर शुरू होगा तभी മൂന്നാം യാമം തുടങ്ങുന്നതിന് മുൻപ് मुर्गी बांग देने का पहर शुरू हो गया। കോഴി കൂകുന്ന യാമം തുടങ്ങി। हालेलुया, तीसरा पहर शुरू हो गया। മൂന്നാം യാമം തുടങ്ങി. रात को 12 बजे, रात को 12 बजे, രാത്രി 12 മണി. रात को 3 बजे രാത്രിയിൽ 3 മണിക്ക് और ब्यूगल सुनेगा। പിന്നെയും കാഹള इसका കേൾക്കുമ്പോൾ मतलब उस पहर खत्म हो रहे। അതിന്റെ അർത്ഥം ആ യാമം തീർന്നു. हालेलुया, लास्ट पहर अभी शुरू होने वाला है। ലാസ്റ്റ് അവസാന യാമം തുടങ്ങാൻ പോവുകയാണ്. उस पहर को क्या बुलाया ആ मालूम है? യാമത്തെ എന്താണ് വിളിച്ചിരിക്കുന്നത്? भोर का पहर, ഉഷസ്സിന്റേതായ മലയാളത്തിൽ പ്രഭാതയാമം. പ്രഭാതയാമം എന്ന് പറയും। പ്രഭാതയാമം. ध्यान से सुन लीजिए, ശ്രദ്ധയോടെ കേൾക്കുക. भोर का पहर शुरू होने से पहले പ്രഭാതയാമം തുടങ്ങുന്നതിന് മുൻപ് मुर्गी दूसरा बार बांग दिया। കോഴി 2 പ്രാവശ്യം കൂകി. सेना का ब्यूगल सुना। സൈന്യത്തിന്റേതായ കാഹളം കേട്ടു. पत्रुस ने उस आंगन में खड़ा होकर रोना शुरू किया। പത്രോസ് അവിടെ നിന്ന് ആ മുറ്റത്ത് നിന്ന് കരയുവാൻ उन्होंने തുടങ്ങി. छाती पीटना शुरू किया। പത്രോസ് നെഞ്ചത്തടിച്ച് By കരയുവാൻ just തുടങ്ങി. hearing that voice, ആ വോയിസ് കേൾക്കുകയാണ്. उसके अंदर रिपेंटेंस आना शुरू किया। അപ്പോൾ തന്നെ അവന്റെ ഉള്ളിലേക്ക് മാനസാന്തരം मैं एक കടന്നു വരാൻ बात कहना തുടങ്ങി. चाहता हूं, ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. हम उस जो पहर में है, നമ്മൾ ആ जो യാമത്തിലാണ്. मुर्गी बांग देने वाला पहर, കോഴി കൂകുന്ന ആ उस യാമം, बांग का आवाज ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ आधुनिक कलीसिया को मनफुरा में लेने का आवाज है। ആധുനിക ഇപ്പോഴത്തെ സഭയെ അത് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്. हालेलुया। ഹല്ലേലൂയ. कुछ लोग ऐसे कहा, ചിലരിങ്ങനെ പറയുന്നു, there should be a rooster in every church. हालेलुया, हर कलीसिया में एक मुर्गी होना जरूरी है। എല്ലാ സഭയിലും ഒരു കോഴി ഉണ്ട്. हालेलुया, बांग देने वाले एक मुर्गी, കൂകുന്ന ഒരു കോഴി. मुर्गी का बांग सुन के കോഴിയുടേതായ കൂവൽ यीशु കേട്ടിട്ട് को इनकार करके जी रहे पत्रुस लोग छाती पीटना शुरू होना दीजिए। യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിലേക്ക് മനസാന്തരം കൊണ്ടുവന്ന സമയം.
सुना ना आपने? നിങ്ങൾ കേട്ടുവല്ലോ, मैंने कुछ कहा रे। ഞാൻ ചിലത് पिछले പറയുകയാണ്. 2 हफ्ते से इस मैसेज मैंने स्टडी कर रहा കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ മെസ്സേജ് ഞാൻ പഠിക്കുകയാണ്. लोक आत्मा मुझे सिखा रहे। ദൈവത്തിന്റെ ആത്മാവിനെ लोक आत्मा പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. मुझे कहा ദൈവത്തിന്റെ ആത്മാവിനോട് हर പറഞ്ഞു, युग का अंत में, എല്ലാ കാലത്തിന്റെ അവസാനം, हर युग का अंत में എല്ലാ കാലത്തിന്റെ അവസാനം परमेश्वर कोई ना तो कोई परमेश्वर का बच्चा को उपयोग किया। ദൈവം ഒരു ദൈവത്തിന്റെ പൈതങ്ങളെ उन ഉപയോഗിക്കുന്നു. सबका संदेश सेम था। ആ സമയത്ത് അവരുടെ എല്ലാ സന്ദേശം സെയിം क्या ആയിരുന്നു. संदेश था मालूम है? എന്തായിരുന്നു സന്ദേശം? मन फुराओ। മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ, ആമേൻ, हालेलुया। ഹല്ലേലൂയ. नोहा का बात से पहले നോഹയുടെ ആ ജലപ്രളയത്തിന് മുൻപ് नोहा ने दिया एक संदेश है। നോഹ കൊടുത്തൊരു സന്ദേശമുണ്ട്. क्या संदेश है? എന്തായിരുന്നു ആ സന്ദേശം? बहुत बड़ा न्याय होने वाला है, വലിയൊരു ന്യായവിധി കടന്നു വരും, बाढ़ आने वाला है, വലിയൊരു ജലപ്രളയം വരും. जल्दी जहाज में प्रवेश करो। പെട്ടെന്ന് നിങ്ങൾ ആ പെട്ടകത്തിലേക്ക് കയറുക. हो। ഹല്ലേലൂയ. नोहा के बारे में क्या बताया है? अल्मा शेखबाना, നോഹയെ പറ്റി എന്താണ് പറയുന്നത്? a preacher of righteousness, ഒരു നീതി പ്രസംഗിയായിരുന്നു നോഹ. धार्मिकता का प्रचारक नूहा। നീതി പ്രസംഗിയായിരുന്നു इसका നോഹ. मतलब क्या है? അതിന്റെ അർത്ഥം a എന്താണ്? preacher of repentance. ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന this വ്യക്തി. is what I learned. ഞാൻ मैंने എന്താണ് जो सीखा बात आपको बताना चाहता ഞാൻ हूँ। പഠിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ हर ആഗ്രഹിക്കുന്നു. युग का अंत में എല്ലാ കാലത്തിന്റെ അവസാനം प्रभु ने किसी व्यक्ति को उपयोग किया ദൈവം ചില വ്യക്തികൾ ഉപയോഗിക്കും ये संदेश देने के लिए। ഇതേ സന്ദേശം തരുവാൻ വേണ്ടി. मन फुराओ, മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം. मन फुराओ। മാനസാന്തരപ്പെടുക सिर्फ युग का अंत में नहीं है। കാലത്തിന്റെ അവസാനം മാത്രമല്ല, हालेलुया। लोत का बारे में भी ऐसे लिखा है ना। ലോത്തിനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. लोत भी सोदोम अमोरा शहरों नष्ट होने से पहले ലോത്തും സോദോം ഗൊമോറ നഗരം നശിപ്പിക്കുന്നതിന് മുൻപ് वो थक गया, बात सही है, അവൻ ക്ഷീണിച്ചു പോയി, ശരിയാണ്. लेकिन धार्मिकता का बात तो बोलने वाला था। എന്നാൽ നീതിയുടെ കാര്യം പറയുമായിരുന്നു. आखिरी में लोत को पकड़ के उधर का लोग ऐसे पूछा, അവസാനം ലോത്തിനെ പിടിച്ച് അവിടെയുള്ള ജനം ഇങ്ങനെ ചോദിച്ചു, कौन तुझे अपने ऊपर न्यायी बनाया? നിന്നെ ആരാണ് ഞങ്ങളുടെ മേൽ क्योंकि वो ന്യായകർത്താവാക്കി कोशिश വെച്ചിരിക്കുന്നത്? कर रहा था। ലോത്ത് ശ്രമിക്കുകയായിരുന്നു. आग गिरने से पहले, ഈ തീ ഇവിടെ വീഴുന്നതിന് बाढ़ മുൻപ്, आने से पहले വെള്ളപ്പൊക്കം प्रभु ने വരുന്നതിന് മുൻപ് कोई ना तो कोई व्यक्ति को उपयोग किया ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചു. नष्ट होने वाला लोगों को चेतावनी देने के लिए। നഷ്ടമായി പോകുന്ന ജനത്തിന് മുന്നറിയിപ്പ് उन्होंने കൊടുക്കാൻ सुना വേണ്ടി. ना सुना, അവര് കേട്ടുവോ ഇല്ലയോ, नूहा ने प्रचार किया। നോഹ പ്രസംഗിച്ചു. टट्टा करने वाला लोग नूहा के विरुद्ध में बात किया। വഷളത്തമുള്ള ജനം लोग बोल रहे നോഹയ്ക്കെതിരായിട്ട് പറഞ്ഞു. बातों को, लोग बोल रहे बातों को। ലോത്ത് പറഞ്ഞ കാര്യങ്ങള്. हालेलुया। उसका फ्यूचर दामादों को भी क्या लगा मालूम है? मजाक लगा। हालेलुया। ലോത്തിന്റെ ഭാവിയിലെ മരുമകനും തോന്നി തന്റെ അമ്മായി തമാശ പറയുന്നു എന്ന്. ऐसा लगा उनको, അവർക്ക് ഇങ്ങനെ തോന്നി. एकदम कोलोकल लैंग्वेज उपयोग करेगा तो ये दामादों मिलके क्या बोले मालूम है? ഈ മരുമക്കൾ ചേർന്ന് എന്താണ് പറഞ്ഞത്? बुड्ढा मजाक कर रहे। ഈ വൃദ്ധൻ തമാശ പറയുകയാണ്. बुट ऐसे ही है ना, बुड्ढा വലിയപ്പൻ തമാശ പറയുകയാണ്, क्योंकि बुड्ढा हमेशा मजाक का बातें बोलने वाला है। കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ये एक തമാശ बात പറയുന്ന आपको भूलना വ്യക്തിയായിരുന്നു. नहीं है, ये लोत का दामादों क्यों मैं इसे कहा मालूम है? ലോത്തിന്റെ മരുമക്കൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ क्योंकि പറഞ്ഞത്? लोत का लाइफस्टाइल ऐसे था। ലോത്തിന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. लोत ऐसे शहर सुना, ലോത്ത് ऐसे शहर चुना, ऐसे शहर चुना, ഇങ്ങനെയുള്ള പാപം ദേശം से बड़ा हुआ തെരഞ്ഞെടുത്തു, शहर। പാപത്താൽ നിറഞ്ഞത്. हालेलुया। लोत ऐसे शहर का फाटक में ऐसे हमेशा बैठता था। ലോത്ത് ഈ പട്ടണവാതിൽ എപ്പോഴും ഇരിക്കുമായിരുന്നു. लोत बहुत मजाक का बात तो बोलने वाला വളരെ था। തമാശ പറയുന്ന വ്യക്തിയായിരുന്നു. हालेलुया। इसलिए जब सीरियस बात बोला ना, बच्चों को लगा ये मजाक कर रहे हैं। അതുകൊണ്ട് ലോത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോഴും അവർക്ക് തോന്നി അവൻ കളിതമാശ Child of പറയുകയാണ്. God, if you are not serious in your life, ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സീരിയസ് बहुत അല്ലെങ്കിൽ, मजाक का बीच में वो सीरियस कुछ बात बताएगा तो लोग आपको विश्वास नहीं करेगा। അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തമാശ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇടയ്ക്ക് സീരിയസ് പറഞ്ഞ ആരും So if വിശ്വസിക്കില്ല. you want to be a change in this season, അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾ ചേഞ്ച് ആകണം. be a holy person, ഒരു വിശുദ്ധ വ്യക്തിയായിട്ട് someone ജീവിക്കണം. like Elijah. ഏലിശയെ പോലെ. हालेलुया। ഹല്ലേലൂയ. मैं उस भाग में जरूर आने वाला ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. धन्यवाद यीशु। हालेलुया। हालेलुया। हर युग के अंत में प्रभु ने कोई ना तो कोई व्यक्ति को उपयोग किया। എല്ലാ കാലത്തിന്റെ അവസാനം ദൈവം ഏതെങ്കിലും ദൈവമക്കളെ ഉപയോഗിച്ചു. Always. എപ്പോഴും. हालेलुया। बाइबल का लास्ट पुस्तक है मलाकी। ബൈബിളിലെ അവസാനം अवसानत पुस्तकम ओल्ड टेस्टमेंट का। പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് ओल्ड മലാക്കി. टेस्टमेंट का लास्ट पुस्तक है मलाकी। പഴയ നിയമത്തിലെ അവസാന പുസ്തകം മലാക്കി. मलाकी का संदेश क्या है? മലാക്കിയുടെ സന്ദേശം എന്താണ്? Repent, മാനസാന്തരം. मन फुराओ,
മാനസാന്തരപ്പെടുക. उन्होंने कोई ना तो कोई व्यक्ति को उपयोग किया. ദൈവം ഏതെങ്കിലും ഒരു വ്യക്തി ഉപയോഗിക്കും. मलाकी के बाद में 400 साल साइलेंट पीरियड. മലാക്കിക്ക് ശേഷം 400 years സൈലന്റ് जैसे സമയമായിരുന്നു. साइलेंट पीरियड अंत हो गया. ആ നിശബ്ദമായ പീരീഡ് തീർന്നപ്പോൾ न्याय व्यवस्था का युग का आखिरी भविष्यद्वक्ता ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ कौन है? യോഹന്നാൻ. जॉन द बैप्टिस्ट, यूहन्ना യോഹന്നാൻ बपतिस्मा देने स्नापकൻ. वाला. उन्होंने क्या कहा? യോഹന്നാൻ സ്നാപകൻ എന്താണ് വിളിച്ചു परमेश्वर का പറഞ്ഞത്? राज्य निकट आ चुका. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. मन फुराओ. മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. हेलो. ഹല്ലേലൂയ. प्रभु का आत्मा मुझे कहा ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, कलीसिया का युग भी अंत होने का समय निकट आ चुका है. സഭയുടേതായ കാലവും തീരുവാൻ സമയം അടുത്തിരിക്കുന്നു. कलीसिया धरती से जाने का समय निकट आ चुका है. സഭ ഭൂമി എടുക്കപ്പെട്ട സമയം അടുത്തിരിക്കുന്നു. इससे पहले അതിനു മുൻപ് हालेलुया हालेलुया ഹല്ലേലൂയ. मुर्गी बांग देने वाला एक जनरेशन उठ के आना जरूरी है. കോഴി കൂവുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണമെന്ന് ആമേൻ. आखिरी पहरे करके सूचना देने के लिए कोई ना तो कोई हालेलुया रिपेंटेंस का संदेश देने वाला एक जनरेशन उठ के आना चाहिए. അവസാന സമയം അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന മാനസാന്തരം പ്രസംഗിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ്. हल्मा शिखनी Hallelujah. रामथन रगदल कड़गश. Are you listening me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. What is the message for the last generation of church history? ചർച്ച് ഹിസ്റ്ററിയിലെ അവസാനത്തെ മെസ്സേജ് എന്താണ്? It should not be prosperity gospel. അതൊരു പ്രോസ്പെരിറ്റി Come on, ഗോസ്പൽ അല്ല. church. It should not be hallelujah. You know hallelujah मैं ऐसे कहना चाहता हूं, कोई इधर मिलने वाला बातों के बारे में ज्यादा मत बताओ इस जमाना में. ഈ കാലത്തിൽ നിങ്ങൾ ഇവിടെ എവിടെയും കിട്ടുന്ന സുഖങ്ങളെ പറ്റി The സമ്പത്തിനെ message പറ്റി should പറയണ്ട. be hallelujah. നിങ്ങളുടെ The മെസ്സേജ് message should be നിങ്ങളുടെ മെസ്സേജ് यीशु का ഇപ്രകാരമായിരിക്കണം. आगमन जल्दी होने वाला है. കർത്താവിന്റെ വരവ് ഏറ്റവും मन അടുത്തിരിക്കുന്നു. फुराओ. മാനസാന്തരപ്പെടുക. जैसे यूहन्ना बपतिस्मा देने वाले ने कहा യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ परमेश्वर का राज्य निकट आ चुका ദൈവരാജ്യം है. സമീപിച്ചിരിക്കുന്നു. तो अपना भी संदेश क्या है? നമ്മുടെ സന്ദേശം ओ എന്താണ്? स्वर्ग राज्य निकट आ चुका है. ദൈവരാജ്യം സ്വർഗ്ഗരാജ്യം അടുത്തിരിക്കുന്നു. हालेलुया. ഹല്ലേലൂയ. यीशु का आगमन जल्दी होने वाला है. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. इसलिए मन फुराओ. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. रेवलेशन का किताब में വെളിപ്പാട് പുസ്തകത്തില് अंतिम दिनों का कलीसिया के बारे में क्या कहा है मालूम है? അവസാന സമയത്തെ സഭയെപ്പറ്റി എന്താണ് लवोदोकिया പറയുന്നത്? क्या कलीसिया? ലവോദിക്യ സഭ गुनगुना कलीसिया है. അതൊരു വാട്ടസഭയായിരുന്നു. गुनगुना कलीसिया मतलब क्या है? വാട്ടസഭ എന്ന് പറയുന്നത് എന്താണ്? सोरे कलीसिया. ഉറങ്ങുന്ന സഭ. लेकिन सोरे कलीसिया എന്നാൽ उറങ്ങുന്ന സഭയെ हालेलुया प्रॉस्पेरिटी प्रीचर का कलीसिया. പ്രോസ്പെരിറ്റി സമൃദ്ധിയെ പറ്റി ओ പ്രസംഗിക്കുന്ന मैं उस सभा? जो पैराग्राफ में लिखा है ആ പാരഗ്രാഫ് ഇപ്രകാരം हेलो എഴുതിയിരിക്കുന്നു. क्या कहते हैं मालूम है? मैं धनिक है, ഞാൻ मेरे ധനികനാണ്, पास सब कुछ है. ഞാൻ സമ്പന്നനാണ്, എനിക്ക് എല്ലാം ഉണ്ട്. प्रॉस्पर्ड चर्च പ്രോസ്പെരിറ്റി ചർച്ച് उस कलीसिया को कह रहे. ആ സഭയോട് പറയുകയാണ്, लेकिन आई एम नॉकिंग एट योर डोर. ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. मैं तेरा दरवाजा में खटखट. ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. वो खटखटाने वाला कौन है मालूम है? ആരാണ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്? उस मुर्गी का बांग. ആ കോഴിയുടെ കൂകൽ. उस मुर्गी का बांग ആ കോഴിയുടെ കൂകല് पत्रुस का दिलों में खटखटाया. പത്രോസിന്റെ ഹൃദയത്തിൽ पत्रुस തട്ടി. दिल खोला പത്രോസ് ഹൃദയം और തുറന്നു. रोना शुरू किया. പത്രോസ് കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. The paradoxy of the life of Peter. പീറ്ററിന്റെ ജീവിതത്തിലെ വിരോധാഭാസം എന്ന് പറയുന്നത് पीटर का जीवन का पत्रुस का जीवन का सबसे बड़ा एक हालेलुया ऐसे कह सकते एक हम समझ नहीं सकते वैसे एक सवाल. हालेलुया. പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചോദ്യം, जिस व्यक्ति ने ഏത് വ്യക്തിയാണോ सबसे बड़ा रेवलेशन पाया ഏത് വ്യക്തിയാണോ ഏറ്റവും വലിയ और വെളിപ്പാട് उस कारण പ്രാപിച്ചത്, से प्रभु से तारीफ पाया. ആ കാര്യം കൊണ്ട് Hello. ദൈവത്തിൽ നിന്ന് പ്രശംസ പിടിച്ചു कौन सा പറ്റിയത് रेवलेशन? ഏതാണ് റെവലേഷൻ? तू ही परमेश्वर का पुत्र क्रिस्त है. നീ ദൈവത്തിന്റെ പുത്രനായ यीशु ने ക്രിസ്തുവാണെന്നുള്ളത്. कहा पत्रुस യേശു പറഞ്ഞു, പത്രോസേ, कोई मांस लहू नहीं, മാംസരക്തങ്ങളല്ല, मेरा पिता ने ये प्रकट करके दिया. എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്താൻ ओ इतना തന്നിരിക്കുന്നത്. बड़ा रेवलेशन. എത്ര വലിയ റെവലേഷൻ The ആണ്. paradox of Peter's life. പീറ്ററിന്റെ ജീവിതത്തിലെ വിരോധാഭാസം हालेलुया. क्या है मालूम है? എന്താണത്? वही व्यक्ति അതേ വ്യക്തി 3 बार बोला 3 പ്രാവശ്യം इनको പറഞ്ഞു, मैं जानता नहीं, ഞാൻ ഇവനെ इनको അറിയുന്നില്ല, मैं जानता ഞാൻ ഇവനെ नहीं, അറിയുന്നില്ല, I do not know this fellow. എനിക്ക് ഈ വ്യക്തി അറിയില്ല. मैंने पूछा प्रभु ऐसे कैसे
हो सकता ഞാൻ है? ചോദിച്ചു ദൈവമേ ഇത് എങ്ങനെ Come സംഭവിക്കും? on church, I'm going to explain something. ചില കാര്യം എക്സ്പ്ലെയിൻ हम सब लोग ये सीखना चाहिए. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണം. प्रभु ने मुझे क्या सिखाया मालूम ദൈവം है? എന്താണ് എന്നെ बेटा പഠിപ്പിച്ചത്? ये क्यों हो गया मालूम है? ഇതെന്താണ് എന്തുകൊണ്ട് इतना ഇങ്ങനെ സംഭവിച്ചു? मतलब इतना रेवलेशन पाए व्यक्ति क्यों इनकार किया मालूम है? ഇത്രയും വെളിപ്പാട് പ്രാപിച്ച പത്രോസ് എന്തുകൊണ്ട് യേശുവിനെ തള്ളി ध्यान പറഞ്ഞു? से सुनना है. ശ്രദ്ധയോടെ उसका एक കേൾക്കുക. कारण है. അതിനൊരു കാരണമുണ്ട്. अंतिम भोजन के बाद में यीशु इन सब से बात कर रहे थे. അവസാന അത്താഴത്തിന്റെ സമയത്ത് ഇവരോടെല്ലാം യേശു സംസാരിക്കുകയാണ്. यीशु कहा യേശു പറഞ്ഞു, आज मुझे पकड़ के लेके जाने वाला है. ഇന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകും. और सब लोग मुझे छोड़ के जाने. എല്ലാരും എന്നെ വിട്ടു പോകാനിടയാകും. तो पतरस ने कहा അപ്പോൾ പത്രോസ് പറഞ്ഞു, कोई भी छोड़ने दीजिए, ആര് വിട്ടു പോയാലും मैं आपको छोड़ेगा ഞാൻ नहीं. യേശു കർത്താവിനെ വിട്ടു പോകുകയില്ല എന്ന് परमेश्वर ने कहा ദൈവം ए പറഞ്ഞു. पतरस പത്രോസേ, उतना उठो मत. നീ आज मुर्गी 2 बार बांग देने से पहले 3 बार तू मुझे इनकार करेगा. ഇന്ന് കോഴി കൂവുന്നതിന് മുന്നേ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. क्यों हो गया मालूम है? എന്തുകൊണ്ടാണത്? पतरस ने चैलेंज किया. പത്രോസ് ചലഞ്ച് ചെയ്തു. कोई भी छोड़ने दीजिए, मैं छोड़ेगा नहीं. ആരൊക്കെ വിട്ടുപോയാലും യേശു കർത്താവിനെ ഞാൻ വിട്ടു പോകുകയില്ല. आपको जानते हैं मैं कौन है? ഞാൻ I ആരാണെന്ന് am അറിയാമോ? that person who got that revelation. ആ വലിയ വെളിപ്പാട് പ്രാപിച്ച വ്യക്തിയാണ് इतना ഞാൻ. बड़ा revelation मेरे पास है, मैं कैसे आपको छोड़ेगा? ഇത്രയും വലിയ വെളിപ്പാടുള്ള ഞാൻ എങ്ങനെ വിട്ടു जो പോകും? ये रोटी खाए वाले लोग है ना, അപ്പം കഴിച്ചവർ यीशु को राजा बनाने के लिए आया. യേശുവിനെ രാജാവാക്കാൻ വന്നു. यीशु को राजा बनाने के लिए आया. യേശുവിനെ രാജാവാക്കാൻ വന്നു. तभी यीशु ने कहा नहीं 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 नहीं, रोटी खाने से तुम जब तक मेरा मांस नहीं खाएगा, मेरा लहू नहीं पिएगा. सब लोग उनको छोड़ के गया. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ मांसम മാംസം രക്തം കുടിക്കാതെ सब लोग यीशु को छोड़ के गए. അവരെല്ലാം വിട്ടുപോയി. चलो आके यीशु को कहा, यीशु ശിഷ്യന്മാർ വന്ന് യേശുവിനോട് इतना ചോദിച്ചു, कठिन उपदेश मत दे दो. ഇത്രയും കഠിന ഉപദേശം सब लोग छोड़ के കൊടുക്കരുത്, जाएगा. എല്ലാരും तो വിട്ടുപോകും. यीशु ने क्या पूछा बोले, യേശു എന്താണ് ചോദിച്ചത്? क्या तुमको भी जाना है? നിങ്ങൾക്ക് പോകണമെന്ന് ചോദിച്ചു. जाओ. പൊയ്ക്കൊള്ളുക. ये सुन के पतरस ने क्या कहा, ഇത് കേട്ട് प्रभु പത്രോസ് हम പറഞ്ഞു, कहाँ जाएगा? നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? हालेलुया. अनंत जीवन का वाणी सिर्फ आपके पास है. നിത്യജീവന്റെ മൊഴികൾ നിന്റെ ओए പക്കലുണ്ടല്ലോ. पतरस, അതെ, ആ പറഞ്ഞ പത്രോസ്. रेवलेशन कम है क्या? വെളിപ്പാട് കുറവാണോ? सब लोग छोड़ के गए तभी भी ना छोड़ने वाला पतरस എല്ലാരും വിട്ടു പോയാലും ഞാൻ പോകുകയില്ല बार പറഞ്ഞ बार പത്രോസ്. कबूल कर कहा मैं नहीं छोड़ने वाला है. എപ്പോഴും ഏറ്റു പറഞ്ഞു ओए ഞാൻ പോകില്ല. पतरस, അതേ उसी പത്രോസ് गर्व के साथ में അതേ अभी कह रहे ധൈര്യത്തോടെ अरे പറയുകയാണ്, यूहन्ना छोड़ेगा, एंड्रूस छोड़ेगा, യോഹന്നാൻ याकूब അന്ത്രോസെല്ലാം വിട്ടു പോകട്ടെ, छोड़ेगा, യാക്കോബ് വിട്ടു പോകട്ടെ, लेकिन मैं नहीं छोड़ने എന്നാ वाला. ഞാൻ യേശുവിനെ വിട്ടു പോകയില്ല. हालेलुया. ഹല്ലേലൂയ. बहुत गर्व के साथ में चुनौती दी. വളരെ ഗർവത്തോടെ പറയുകയാണ് Child of പത്രോസ്. God. ദൈവമക്കളെ, याद में रखना है, നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. कभी भी बोलना नहीं है ഒരിക്കലും പറയരുത് मैं गिरेगा नहीं. ഞാൻ വീഴുകയില്ല എന്ന്. Child of God, it's a big warning. ഇത് വലിയൊരു कभी भी വാണിംഗാണ്. बोलना नहीं है ഒരിക്കലും നമ്മൾ പറയരുത് मैं खड़ा रहने वाला है. ഞാൻ എപ്പോഴും ഇങ്ങനെ Child of നിൽക്കും. God, you ദൈവമക്കളെ, do not have the power to stand. നമുക്ക് Hallelujah. നിലനിൽക്കാനുള്ള Oh, you do ശക്തിയില്ല. not have the ability to stand. നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള കഴിവില്ല, It's ശക്തിയില്ല. not you. നമ്മളല്ലത്. But understand, it is the grace of God. ഇത് കർത്താവിന്റെ കൃപ കൊണ്ടാണ് If you നമ്മൾ do not നിൽക്കുന്നത്. trust and depend on the grace of God, കർത്താവിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ it is നിൽക്കുന്നത്. impossible to stand. നമുക്ക് സ്വയമായിട്ട് നിൽക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. That's why Bible says. അതുകൊണ്ടാണ് ദൈവവചനം इसलिए പറയുന്നത്. बाइबल कहते हैं അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ये हम नहीं, उनका अनुग्रह है. നമ്മളല്ല, കർത്താവിന്റെ കൃപയാണ്. Jesus. ഹല്ലേലൂയ. मैं नहीं, ഞാനല്ല കർത്താവേ, प्रभु का अनुग्रह. കർത്താവിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. जो खड़ा, हालेलुया, क्या बोलते हैं, നിൽക്കുന്നവൻ തോന്നുന്നവൻ വീഴാതിരിപ്പാൻ വീഴാതിരിപ്പാൻ. സൂക്ഷിക്കും. जो कहते हैं मैं खड़ा है, उनको चौकस रहना है ना करने के लिए. ആരാണോ പറയുന്നത് ഞാൻ നിൽക്കുന്ന വീഴാതിരിപ്പാൻ मत സൂക്ഷിക്കട്ടെ. बोलो मैं खड़ा रहूंगा. ഒരിക്കലും നമ്മൾ പറയുന്നത് എനിക്ക് बोलो ना നിൽക്കാൻ- प्रभु आपका अनुग्रह मुझे चाहिए. നമ്മൾ പറഞ്ഞ കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണം നിൽക്കുക. God allowed that failure in Peter's life. അനുവദിച്ചു പത്രോസിന്റെ ജീവിതത്തിൽ ആ പരാജയം. ദൈവം അനുവദിച്ചു. परमेश्वर ने उस जो पराजय पीटर का जीवन में दिया. പത്രോസിന്റെ ജീവിതത്തിൽ ആ പരാജയം क्यों ദൈവം दिया? കൊടുത്തു. पीटर को और हमको एक सबक सिखाने के लिए. പീറ്ററിനെ നമ്മളെല്ലാം ഒന്ന് क्या മനസ്സിലാക്കി തരാൻ सिखाने വേണ്ടി. के लिए? എന്ത് മനസ്സിലാക്കുവാൻ വേണ്ടി? पीटर तेरा बुद्धि से, പത്രോസേ നിന്റെ ബുദ്ധി കൊണ്ടല്ല, पीटर तेरा धैर्य से, നിന്റെ ധൈര്യം കൊണ്ടല്ല, पीटर तेरा जिस्म का बल से നിന്റെ ശരീരത്തിന്റെ ബലം तुम കൊണ്ടല്ല, विश्वास जीवन कामयाबी होके
हालेलुया कर नहीं पाएगा। നമ്മുടെ ഈ ശക്തി കൊണ്ടൊന്നും നമ്മുടെ വിശ്വാസം पीटर तुझे मेरे ऊपर पूर्ण तौर से निर्भर होना जरूरी है। പത്രോസേ പൂർണ്ണമായിട്ട് നീ എന്നിൽ Child of God, are you listening me? ദൈവമക്കളെ നിങ്ങൾ This is the reason for your failure. നമ്മുടെ പരാജയത്തിന്റെ കാരണം ഇതാണ്. You are trying it from your flesh to overcome sin. നമ്മൾ പാപത്തെ നമ്മുടെ ശരീരം കൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ ജയിക്കാൻ You are ആഗ്രഹിക്കുന്നു. trying to overcome by your might. Hallelujah. നമ്മുടേതായ ശക്തി കൊണ്ട് നമ്മൾ You are ജയിക്കാൻ not ആഗ്രഹിക്കുന്നു. trusting on God. നമ്മൾ Hallelujah. ദൈവത്തെ ആശ്രയിക്കുന്നില്ല. From today morning start to trust on God. ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി മടങ്ങി വരാം. आपका शक्ति में आपका बल में आश्रय रख के कह रहा हूं मैं पाप के ऊपर जीत पाएगा। നമ്മൾ നമ്മുടെ ബലത്തിൽ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് आज से बोलो मैं नहीं लेकिन आपका अनुग्रह। ഇന്നു മുതൽ പറ കർത്താവേ ഞാൻ Lord, I need your grace. കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണം. क्या आप इस संदेश सुन रहे हैं? നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നു. मुर्गी बांग दे रहे वैसे കോഴി കൂവുന്നത് പോലെ इस युग के अंतिम समय में ഈ കാലത്തിന്റെ അവസാന एक സമയത്ത് पीढ़ी उठ के आने दीजिए ഒരു തലമുറ जो എഴുന്നേറ്റ് बांग വരട്ടെ. देने वाला पीढ़ी, ഒരു കൂവുന്ന ഒരു തലമുറ, उस आवाज सुनने वाला पत्रुस लोगों के अंदर एक मन फुराव का आत्मा ആ കൂകൽ കേൾക്കുന്നവർ ഉള്ളില് spirit of repentance, ഒരു മാനസാന്തര a spirit of repentance, ഒരു spirit of repentance, അനുതാപത്തിന്റെ ആത്മാവ്, ഒരു മാനസാന്തരത്തിന്റെ ആത്മാവ്, ഗുൺഗുണ കലേസിയ, വാട്ടസഭ, ഗുൺഗുണ കലേസിയ, മങ്ങിയിരിക്കുന്ന സഭ. क्या आप इस आवाज सुन रहे हैं? നിങ്ങൾ ഈ ശബ്ദം Jesus is knocking in your door. Hallelujah. यीशु आपका दरवाजा में खटखटा रहे हैं. जागो कलीसिया, സഭയെ मन फुरा के लौटाओ. മാനസാന്തരപ്പെടുക. दूल्हा आ रहे. മണവാളൻ വരികയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. In every generation or in every age, hallelujah, എല്ലാ കാലത്തിലും हर युग തലമുറയിലും का अंत में എല്ലാ കാലത്തിന്റെ कोई അവസാനത്തിൽ ना तो कोई व्यक्ति को प्रभु ने उपयोग किया. ഏതെങ്കിലും ഒരു വ്യക്തിയെ കർത്താവ് मलाकी ഉപയോഗിച്ചു. भविष्यद्वक्ता ने कहा മലാക്കി പ്രവചനം പറയുകയാണ് एलिया आने वाला है. ഏലിയാവ് വരും. यूहन्ना बपतिस्मा देने वाला के अंदर യോഹന്നാൻ സ്നാപകന്റെ ഉള്ളില് एलिया का आत्मा के साथ में ഏലിയാവിന്റെ ആത്മാവോട് കൂടി यूहन्ना चिल्ला के कहा യോഹന്നാൻ വിളിച്ചു പറയുകയാണ് परमेश्वर का राज्य निकट आ चुका है. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. मैं कहना चाहता ഞാൻ പറയാൻ हूँ ആഗ്രഹിക്കുന്നു यीशु का दोबारा आगमन से पहले യേശുവിന്റെ രണ്ടാം വരവിന് മുൻപ് उसी रिपेंटेंस का गॉस्पेल बोलने वाला, അതേ മാനസാന്തരത്തിന്റെ उसी സുവിശേഷം വിളിച്ചു പറയുവാൻ, रिपेंटेंस का सुसमाचार बोलने वाला അതേ മാനസാന്തരത്തിന്റെ एक സുവിശേഷം एलिया പറയുവാൻ का जनरेशन उठ के आना ഒരു चाहिए. ഏലിയാവിന്റെ തലമുറ എഴുന്നേറ്റ് मैं വരണം. एक व्यक्ति के बारे में नहीं कह रहा हूं, ഞാൻ ഒരു വ്യക്തിയെ പറ്റിയല്ല but a പറയുന്നത്. generation ഒരു തലമുറ who preach about the repentance. മാനസാന്തരത്തെ പ്രസംഗിക്കുന്ന ഒരു തലമുറ. Hama dala lamshal kamana ramshal kamana. ആമേൻ, 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 ഹല്ലേലൂയ. ये वही पहाड़ है, ഇത് അതേ യാമമാണ്. मुर्गी बांग देने वाला पहाड़. കോഴി കൂകുന്ന അതേ യാമം. मैं जल्दी बंद करना चाहता ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. हूं. प्रवचन भी अपना बीच में है. കർത്താവിന്റെ തിരുമേശ നമ്മുടെ बहुत മുന്നിലുണ്ട്. बड़ा मैसेज है, बहुत बड़ा मैसेज है. ഒരു വലിയ മെസ്സേജ് ആണിത്. मुर्गी बांग देने वाला पहाड़, हालेलुया. मुर्गी जब बांग देगा ना, കോഴി കൂകുന്ന ആ യാമം, ना तो उस मिलिट्री ब्यूगल सुनेगा ना. ആ മിലിറ്ററിയുടേതായ കാഹളം കേൾക്കുന്ന It സമയം is giving you a message. ഇതൊരു മെസ്സേജ് നമുക്ക് തരുന്നു. We are the last pahar. നമ്മൾ അവസാന യാമത്തിലേക്ക് കടന്നു We are the വന്നിരിക്കുന്നു. last watch of the night. നമ്മൾ അവസാന രാത്രിയുടെ അവസാന Young യാമത്തിലേക്ക് നമ്മൾ കടന്നു people, we are വന്നിരിക്കുന്നവരാണ്. in the last watch of the night. പ്രിയമുള്ളവരെ, നമ്മൾ രാത്രിയുടെ അവസാന യാമത്തിലാണ്. We ഹല്ലേലൂയ. are in the last watch of the night. നമ്മൾ രാത്രിയുടെ അവസാന യാമത്തിലാണ്. We are in ഹല്ലേലൂയ. the last watch of the night. നമ്മൾ ഓരോരുത്തരും ആ രാത്രിയുടെ അവസാന യാമത്തിലാണ് Hallelujah. കടന്നു Kalisya വന്നിരിക്കുന്നത്. sore. സഭ ഉറങ്ങുകയാണ്. The 10 virgins, they were sleeping. അവർ ഉറങ്ങുകയാണ്. 10 കന്യകമാർ ഉറങ്ങുകയായിരുന്നു. 10 कुंवारियों सो रहे था. 10 കന്യകമാർ ഉറങ്ങുകയായിരുന്നു. जिसके हाथ में तेल है वो भी सो रहे था. ആരുടെ കരങ്ങളിലാണ് എണ്ണ ഉണ്ടായിരുന്നത് അവരും जो ഉറങ്ങുകയായിരുന്നു. तेल नहीं रखा वो भी सो रहे था. എണ്ണ ഇല്ലാത്തവരും ഉറങ്ങുകയായിരുന്നു. सब लोग सो रहे. എല്ലാരും ഒന്നിച്ചുറങ്ങുകയായിരുന്നു. पूरा कलीसिया सो रहे. മുഴുവൻ സഭ ഉറങ്ങുകയാണ്. क्योंकि दूल्हा आने के लिए देर लगा. കാരണം മണവാളം വരുവാൻ താമസിച്ചു. लेकिन आधी रात को, എന്നാൽ അർദ്ധരാത്രിയിൽ, after the hallel, it is written after the midnight, right?
ആഫ്റ്റർ ദ മിഡ്നൈറ്റ് എന്നാണ് आफ्टर द എഴുതിയിരിക്കുന്നത്. मिडनाइट, അർദ്ധരാത്രിക്ക് इसका ശേഷം मतलब मुर्गी बांग देने वाला पहर में, ആ കോഴി കൂവുന്ന ആ സമയത്ത്, मुर्गी बांग देने वाला पहर കോഴി में, കൂവുന്ന that യാമത്തില്, is that पहर, ओई watch में, ആ സമയത്തില്, कौन सा watch യാമത്തില്, में? ഏത് യാമം? the watch of the rooster crow. കോഴി കൂവുന്ന യാമം. आमीन। हालेलुया। उस पहर में ആ യാമത്തില് फाटक में एक आवाज, കോട്ടയില് വാതിലൊരു फाटक ശബ്ദം, में एक आवाज, വാതിലൊരു क्या आवाज आ रहे? എന്താണ് ആ ओ ശബ്ദം? जागो, ए कुमारियम जागो, കന്യകമാരെ എഴുന്നേൽക്കുക, कलीसिया जागो, ദൈവസഭ എഴുന്നേൽക്കുക, कलीसिया जागो, സഭയെ तू ഉണരുക, ना आ रहे। മണവാളൻ വരികയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. Which is the watch? कौन सा watch में, कौन सा पहर में? ഏത് बोलो യാമത്തിലാണ്? ना, मुर्गी बांग देने वाले पहर में കോഴി കൂകുന്ന അതേ യാമത്തില് दूर से एक आवाज, दूर से तो कोई शब्द। चिल्ला के कह रहे, ആരോ വിളിച്ചു പറയുകയാണ്. हलमा नमा शकमना, हालेलुया। कौन होगा हो? ആരായിരിക്കും അത്? परमेश्वर हर जमाने में रखा हुआ पहरू वालों के ദൈവം എല്ലാ സമയത്തും വെച്ചിട്ട് उसको കാവൽക്കാരാണ് पूछो, വിളിച്ചു रात क्या हो പറയുന്നത്. गया? അവരോട് ചോദിക്കുക, രാത്രി धूमा എന്തായി? से एक आवाज, धूमा, धूमा, ധൂമയിൽ നിന്നൊരു ശബ്ദം. धूमा से एक आवाज। बिब्लिकल स्कॉलर्स बहुत डिस्कस किए, एक वचन है वो। ആ, ये धूमा कौन है? ഈ ധൂമ ആരാണെന്ന് उसका നോക്കി ഡിസ്കസ് ചെയ്തതാണ്. एक्सप्लेनेशन क्या है मालूम है? അതിന്റെ എക്സ്പ്ലനേഷൻ धूमा എന്താണ്? करके शब्द का मतलब साइलेंस, ധൂമ എന്ന് പറഞ്ഞ സൈലൻസ് आउट എന്നാണ്. ऑफ द साइलेंस ആ നിശബ്ദതയിൽ നിന്ന് एक आवाज आ रही है। ഒരു ശബ്ദം വരികയാണ്. how can you ask that question? Out of the silence, ആ നിശബ്ദതയിൽ നിന്ന് जो क्या बोलते हैं, हल निशब्दता है ना, हिंदी में क्या कहेगा? है निशब्दता, शांतता से एक आवाज गूंज रही है। നിശബ്ദതയിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുകയാണ്. रात क्या हो गया? രാത്രി എന്തായി? How long we have to wait? ഇനി ഞങ്ങൾ എത്ര നാൾ വെയിറ്റ് अपने ചെയ്യണം? यात्रा के लिए और कितना समय है? ഞങ്ങളുടെ യാത്രയ്ക്ക് ഇനി എത്ര സമയം? कलीसिया का निर्गमन के लिए कितना समय? സഭയുടേതായ പുറപ്പാടിന് എത്ര സമയമുണ്ട്? शून्यता से, ശൂന്യതയിൽ നിന്ന്, निशब्दता से നിശബ്ദതയിൽ നിന്ന് आपका आवाज होने दीजिए। നമ്മുടെ ശബ്ദം आप മുഴങ്ങട്ടെ. पूछो ना, നമുക്ക് ചോദിക്കാം, कब धार्मिकता का सूरज का उदय होने वाला है? എപ്പോഴാണ് നീതി സൂര്യൻ നമുക്ക് വേണ്ടി कब ഉദിക്കുന്നത്? धार्मिकता का सूरज का उदय होने वाला है? എപ്പോഴാണ് ആ നീതി സൂര്യൻ നമുക്ക് വേണ്ടി धूमा से एक ഉദിക്കുന്നത്? आवाज, ധൂമയിൽ നിന്നൊരു ശബ്ദം. हलमा नमा शकने, हालेलुया। धूमा से एक आवाज, ധൂമയിൽ നിന്നൊരു ओ ശബ്ദം. कब आने वाला है मेरा दूल्हा? എപ്പോഴാണ് എന്റെ മണവാളൻ വരുന്നത്? धूमा से एक आवाज, ധൂമയിൽ നിന്നൊരു out ശബ്ദം. of silence ആ നിശബ്ദതയിൽ a നിന്ന് voice is echoing. ഒരു ശബ്ദം വരികയാണ്. Oh watchman, കാവൽക്കാരൻ, what is the night? രാത്രി എന്തായി? What is the time now? ഇപ്പോഴത്തെ സമയം I am എന്താണ്? waiting for my bridegroom. ഞാൻ എന്റെ മണവാളിന് വേണ്ടി When he കാത്തിരിക്കുകയാണ്. will come? എപ്പോഴാണ് എന്റെ മണവാളൻ धार्मिकता വരുന്നത്? का सूरज का उदय कब होने वाला നീതി है? സൂര്യൻ എപ്പോഴാണ് ഉദിക്കുന്നത്? हलमाना राम शल्कामाना, हालेलुया। can you hear the voice of the watchman? നിങ്ങൾക്ക് ആ കാവൽക്കാരന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുമോ? पहरुआ का आवाज आप सुन सकते हैं क्या? കാവൽക്കാരന്റെ ശബ്ദം കേൾക്കുവാൻ पहरुआ കഴിയുമോ? क्या बोल रहे हैं? കാവൽക്കാരൻ എന്താണ് Can you hear പറയുന്നത്? the rooster crow? നിങ്ങൾ അത് കേൾക്കുന്നുവോ? Can you hear the Hama Shakamana? Can you hear the military bugle? ആ മിലിറ്ററിയുടെ കാഹളം നിങ്ങൾ Can you hear the military bugle? ആ മിലിറ്ററിയുടേതായ കാഹളം നിങ്ങൾ കേൾക്കുന്നു? Can you hear the military bugle? മിലിറ്ററിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവോ? मिलिट्री bugle क्या दिखाते हैं मालूम है? അതെന്തിനെ കാണിക്കുന്നു? पहरुआ लोग बदलने वाला है अभी। കാവൽക്കാർ ഇപ്പോൾ മാറും, അവരുടെ ഡ്യൂട്ടി മാറും, पहाड़ बदलने वाला है। ജോലി മാറും, Come on, पहाड़ बदलने वाला है। युग मारा हो യുഗം गया। മാറാൻ പോകുകയാണ്. हालेलुया, याम मारा हो गया। യാമം മാറാൻ പോകുകയാണ്. प्रभात याम തുടങ്ങാൻ പോകുകയാ। പ്രഭാതയാമം വരികയാണ്. हमादल पंशल कपल तानलम बोर का पहाड़ शुरू होने वाला है। പ്രഭാതയാമം തുടങ്ങാൻ बोर का പോകുകയാണ്. पहाड़ शुरू होने वाला है। प्रभातयामन तो ब्यूगल शुरू सुनेगा आज, उसमें ब्यूगल सुनने वाला, ഇന്ന് രാവിലെ കാഹളം കേൾക്കും. बांग सुनने वाला, ആ കോഴി मुर्गी का बांग सुनने वाला। കോഴിയുടേതായ കൂകല് കേൾക്കും. समझ लीजिए, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, चौथा पहाड़ शुरू होने वाला है। നാലായാമം തുടങ്ങാൻ चौथा പോകുകയാണ്. पहाड़ शुरू होने वाला है। നാലായാമം തുടങ്ങാൻ कलीसिया പോകുകയാണ്. क्या आप सुन रहे हैं? ദേവസഭയെ നിങ്ങൾ आप में से കേൾക്കുന്നുവോ? कितने लोग पहरुआ का आवाज सुन रहे हो? നിങ്ങൾ എത്ര പേര് കാവൽക്കാരന്റെ ശബ്ദം The കേൾക്കുന്നു? fourth watch is there. पहाड़, चौथा पहाड़ शुरू होने वाला है। നാലായാമം അടുത്തു. तालियां बजाकर, तालियां बजाकर, കരങ്ങളെ അടിച്ച് तालियां बजाकर, मलका शकमना, हरदमना रामशल कमना, दुबला लगा शकमना, जेबालमा शकमना। हालेलुया। मुर्गी बांग देगा,
കോഴി കൂകുന്നു. आपका दिल का द्वार को खोलो ना. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ തുറക്കുക. ओ प्रभु का खटखटावट है. കർത്താവിന്റേതായ ओ വാതിൽ മുട്ടുകയാണ്. अगर सुनते तो അത് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ खोल दो ना दिल. मन फुराव. മാനസാന്തരപ്പെടുക. Repent from your sins. നമ്മുടെ പാപത്തിൽ നിന്ന് कलीसिया മാനസാന്തരപ്പെടുക. लौटाओ. സഭയെ മടങ്ങി വരിക. सोरे कलीसिया जागो. ഉറങ്ങുന്ന സഭയെ ഉണരുക. ഹല്ലേലൂയ. हालेलुया. हालेलुया. फाटक में एक आवाज. फाटक में एक आवाज. വാതിൽക്കൽ ഒരു देख ശബ്ദം. दूल्हा आ रहे. മണവാളൻ വരികയാണ്. कुंवारियों जाग के उठा. കന്യകമാർ എഴുന്നേറ്റു. उसका दिया को जलाया. അവർ വിളക്കിനെ रात കത്തിച്ചു. को बुझ गया था दिया. രാത്രിയിൽ കെട്ടുപോയി. लेकिन आवाज सुना. എന്നാൽ ശബ്ദം दूल्हा आ കേട്ടപ്പോൾ रहे. दूल्हा आ रहे. മണവാളൻ വരുന്നതിന്റെ ശബ്ദം हमला കേട്ടപ്പോൾ लब shall come on. ഹല്ലേലൂയ, ഹല്ലേലൂയ, On that watch of rooster crow. ഹല്ലേലൂയ. हमादल पंप shall come on. ओ मुर्गी बांग देने वाला पहर में കോഴി കൂകുന്ന യാമത്തില് एक आवाज आ रहे. शब्द कड़ल ओ वरिകയാണ്. दूल्हा आ रहे. जागो 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 മണവാളൻ जागो. വരിക, നിങ്ങൾ ഉണരുക, We ഉണരുക are the എന്നുള്ളത്. generation of midnight cry. നമ്മൾ ഓരോരുത്തരും midnight cry We are the generation ആണ്. generation of midnight cry. ആ midnight cry We are the generation ആണ് generation നമ്മള്. of people. We are the generation of midnight cry. midnight cry യുടെ generation ആണ് നമ്മൾ हम ഓരോരുത്തരും. मुर्गी बांग ഹല്ലേലൂയ. देने वाले पीढ़ी है हम. കോഴി കൂകുന്ന ആ തലമുറയാണ് നമ്മൾ ഓരോരുത്തരും. हल्ला लामा ഹല്ലേലൂയ, शखाना. ഹല്ലേലൂയ, कौन ഹല്ലേലൂയ. देगा उस बांग? ആരാ पहरुआ लोग. കാവൽക്കാരാണ് അത് प्रभु ने കൊടുക്കുന്നത്. आपको मुझको रखा. ദൈവം നമ്മളെ ഓരോരുത്തരെയും यूहन्ना बपतिस्मा देने वाला जैसे യോഹന്നാൻ സ്നാപകനെ प्रभु പോലെ ने आपको मुझको रखा. आपको मुझको रखा. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് नूहा വെച്ചിരിക്കുകയാണ്. जैसे നോഹയെ പോലെ प्रभु ने आपको मुझको रखा. നമ്മളെ ഓരോരുത്തരെയും ദൈവം हाल വെച്ചിരിക്കുന്നു. एलिया जैसे ഏലിയാവിനെ പോലെ प्रभु ने आपको मुझको रखा. ദൈവം നമ്മളെ इस വെച്ചിരിക്കുന്നു. पीढ़ी का नूहा बनने के लिए, ഈ കാലഘട്ടത്തിൽ നോഹയാകുവാൻ इस വേണ്ടി, पीढ़ी का एलिया बनने के लिए, ഈ കാലഘട്ടത്തിൽ ഏലിയാവാകുവാൻ इस വേണ്ടി, पीढ़ी का यूहन्ना बपतिस्मा देने वाला बनने ഈ के लिए, കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനാകുവാൻ വേണ്ടി, इस पीढ़ी का मुर्गी का बाग बनने के ഈ लिए കാലഘട്ടത്തിലെ കോഴിയുടെ കൂകലായി തീരുവാൻ. हमादल तमा नमा शकमाना ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഗ്ലോറി, മാനസാന്തരത്തിലേക്ക് സഭയെ നയിക്കുക. ഹല്ലേലൂയ, ഗ്ലോറി, मानसांत मन फुरा में कलीसिया को लेके जाने के लिए മാനസാന്തരത്തിലേക്ക് ദൈവസഭകളെ നയിക്കാൻ हर വേണ്ടി कलीसिया में എല്ലാ സഭയിലും एक मुर्गी होने दीजिए. ഇങ്ങനെ ഒരു കോഴി हर ഉണ്ടാവട്ടെ. कलीसिया എല്ലാ में സഭകളിലും एक पहरुआ होने दीजिए. കാവൽക്കാരൻ ഉണ്ടാവട്ടെ. चिल्ला के बोलने वाला. ഉറക്കെ വിളിച്ചു क्या പറയുന്ന बोलने वाला? എന്താണ് പറയുന്നത്? ये पहरुआ. ए कावलकारा. रात क्या हुआ? രാത്രി എന്തായി? रात क्या हुआ? രാത്രി എന്തായി? पहरुए ने उत्तर दिया. കാവൽക്കാരൻ ഉത്തരം പറഞ്ഞു, रात और भोर एक साथ आ रहे. രാത്രിയും ഉഷസ് ഒരുപോലെ अरे ये വരുന്നു. किस तरह का उत्तर है? ഇതെങ്ങനെയുള്ള ഉത്തരമാണ്? रात और भोर एक साथ आ रहे. രാത്രിയും ഉഷസ് ഒരുപോലെ रात और വരുന്നു. भोर हुआ, इसका मतलब क्या है? രാത്രിയും പ്രഭാതവും അടുത്തു. അതിന്റെ അർത്ഥം पहरुआ എന്താണ്? ने सही कहा. കാവൽക്കാരൻ ശരിയാണ് जो പറഞ്ഞത്. दूल्हा का आगमन के लिए इंतजार करने वाला कलीसिया के लिए, മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് ओ വേണ്ടി धार्मिकता का सूरज का उदय होने वाला, നീതി സൂര്യ ഉദിക്കാൻ പോകുകയാണ്. प्रभा भरा हुआ एक भोर. അവർക്ക് പ്രഭാതം ഉള്ള ഒരു ഓ പ്രഭാതം. പ്രഭയേറുന്ന ഒരു പ്രഭാതം. ഹല്ലേലൂയ. മണവാളിനെ കാത്തിരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു നല്ല പ്രഭാതം. ആമേൻ, ഹല്ലേലൂയ. लेकिन എന്നാൽ जो दीपक में तेल नहीं है वैसे मूर्ख लोगों के लिए, എന്നാൽ വിളക്കിൽ എണ്ണയില്ലാത്ത ആ വിഡ്ഢികളായവർക്ക് വേണ്ടി, हमेशा के लिए द्वार बंद हो जाएगा. അവർക്ക് വേണ്ടി എന്നേക്കുമായിട്ട് ആ और വാതിൽ उनके അടയപ്പെടുകയാണ്. लिए അവർക്ക് कोई भी बचा नहीं पाएगा. അവരെ ആർക്ക് രക്ഷിക്കാൻ കഴിയുകയില്ല. वैसे एक रात അങ്ങനെ ഒരു രാത്രി, परमेश्वर का क्रोध का कलशम धरती में गिरने वाला एक रात, ദൈവത്തിന്റെ ആ ക്രോധത്തിന്റെ കലശം ഭൂമിയിലേക്ക് വീഴുന്ന ऐसे एक रात, അങ്ങനെ ഒരു രാത്രി, पवित्र आत्मा धरती में नहीं है वैसे एक रात, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇല്ലാത്ത ഒരു രാത്രി, यीशु विरुद्धी राज करने वाले एक रात, എതിർ ക്രിസ്തു ഭരിക്കുന്ന ഒരു രാത്രി. रात और भोर एक साथ आने वाला है. അതുകൊണ്ടാണ് രാത്രി പ്രഭാതം ഒന്നിച്ചു कलीसिया के लिए एक प्रभा पूरी देख भोर, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു പ്രഭ നിറഞ്ഞ പ്രഭാതം. लेकिन छोड़ा गया लोगों के लिए എന്നാൽ തള്ളപ്പെട്ടവർക്ക് हालेलुया एक रात आ रहे. അവർക്കാണ് ഒരു രാത്രി കടന്നു Can you വരുന്നത്. hear the bugle today morning? ഇന്ന് രാവിലെ നിങ്ങൾ ആ കാഹളം बोला ना കേൾക്കുന്നു. मुझे हालेलुया मेरा दियाओं में तेल भर के मेरा दूल्हा के लिए जाकर रहना जरूरत है. ഞാൻ എന്റെ വിളക്കിൽ എണ്ണ നിറച്ച് എന്റെ മണവാളിന് വേണ്ടി കാത്തിരിക്കേണ്ടത് आपको ആവശ്യമാണ്. जानते हैं നിങ്ങൾക്കറിയാമോ कौन सा पहर में यीशु आने वाला है? ഏത് യാമത്തിൽ
എപ്പോഴാണ് യേശു വരുന്നതെന്ന്? चौथा पहाड़, നാലാം യാമം, भोर का पहाड़। പ്രഭാതത്തിലെ कौन सा യാമം. पहाड़ पे यीशु आने वाला है? ഏത് യാമത്തിൽ യേശു വരും? भोर का पहाड़, പ്രഭാത യാമത്തില്. भोर का पहाड़। പ്രഭാത യാമത്തില്. हेलो माय गॉड, ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. आपको जानते हैं നിങ്ങൾക്കറിയാമോ? मुर्गी बांग देने वाला पहाड़ में കോഴി കൂകുന്ന യാമത്തിൽ कुआरियों जाग के उठा, കന്യകമാർ എഴുന്നേറ്റു. कलीसिया जाग के उठो। ദൈവസഭ എഴുന്നേൽക്കുക. आखिरी पहाड़ में हम आप पहुंच जाए। ദൈവസഭ നമ്മൾ അവസാന യാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. परमेश्वर का वचन में क्या लिखा है मालूम है? ദൈവത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? यीशु का 7 चेलों, യേശുവിന്റെ 7 ശിഷ്യന്മാർ. नंबर 7, 7 नंबर ऑफ कंप्लीटनेस। അത് പൂർണ്ണതയുടെ സംഖ്യ. झील में मच्छी पकड़ने के लिए गया। അവര് തടാകത്തിൽ മീൻ പിടിക്കാൻ वचन में പോയി. क्या लिखा है? വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? रात पूरा मेहनत किया, രാത്രി മുഴുവൻ അധ്വാനിച്ചു, कुछ मिला नहीं। ഒന്നും അവർക്ക് ലഭിച്ചില്ല. लेकिन എന്നാൽ भोर को, രാവിലെ आखिरी पहाड़ को, आखिरी पहाड़ को, അവസാന യാമത്തില്, सुबह രാവിലെ लास्ट पहाड़, അവസാന चौथा യാമം, पहाड़, നാലാം യാമം, यीशु ने किनारे में आया, യേശു തീരത്തേക്ക് കടന്നു വന്നു. किनारे में आया। യേശു തീരത്തേക്ക് आखिरी കടന്നു पहाड़ വന്നു. को അവസാന യാമത്തില് यीशु किनारे में आया। യേശു തീരത്തേക്ക് കടന്നു വന്നു. 7 चेलों, 7 ശിഷ്യന്മാര്. इसका मतलब അതിന്റെ അർത്ഥം पूरा मसीह मंडली, മുഴുവൻ ക്രിസ്തീയ द സഭ, यूनिवर्सल चर्च പ്രപഞ്ചത്തിലുള്ള എല്ലാ रात ക്രിസ്തീയ पूरा സഭയും मेहनत कर रहे, രാത്രി മുഴുവൻ जाल അധ്വാനിച്ചു. डाल रहे। അവര് വല पिछले വിരിച്ചു. 2000 साल കഴിഞ്ഞ 2000 कलीसिया വർഷം बहुत मेहनत किया, ദൈവസഭ ഒത്തിരി लेकिन അധ്വാനിച്ചു. अभी भी कलीसिया का जाल सही में खाली है। എന്നാൽ ഇപ്പോൾ ആ ദൈവസഭയുടേതായ अभी भी പലപ്പോഴും कलीसिया കാലിയാണ്. छोटा झुंड है। ഇപ്പോഴും ദൈവസഭ ചെറിയൊരു കൂട്ടമാണ്. क्रिस्टियनिटी ക്രിസ്ത്യാനിറ്റി दुनिया का सबसे बड़ा धर्म होगा, ലോകത്തിലെ വലിയൊരു മതമായിരിക്കാം. लेकिन जाल के अंदर सही विश्वासियों बहुत कम है। എന്നാൽ ആ വലയ്ക്കുള്ളിൽ ശരിയായ हेलो, വിശ്വാസം കുറവാണ്. ആമേൻ. बहुत छोटा झुंड, വളരെ ചെറിയൊരു കൂട്ടം, कुछ मिला नहीं। ഒന്നും ലഭിച്ചില്ല. 2000 साल का मेहनत के बावजूद भी 2000 വർഷം हम അധ്വാനിച്ചിട്ട് न्यून पक्षे। ഒരു ന്യൂനപക്ഷം മാത്രമാണ്. प्रभु ने मुझे कहा, प्रभु ने मुझे कहा, ദൈവം എന്നോട് പറഞ്ഞു, आखिरी पहाड़ में അവസാന യാമത്തില് दूल्हा आएगा तभी മണവാളം വരുമ്പോൾ दूल्हा कहेगा, മണവാളം ये പറയും, आखिरी बार जाल डालो। അവസാനം നിങ്ങൾ ഒന്നുകൂടെ My വലയിടുക. God, ഹല്ലേലൂയ. आखिरी बार जाल डालो। അവസാനം ഒരു പ്രാവശ്യം गुरु का വലയിടുക. आज्ञा सुन के ഗുരുവിന്റെ ശബ്ദം കേട്ടിട്ട് आखिरी बार जाल डालो। അവസാനം നിങ്ങൾ पिछले വലയിടുക. 2000 साल नहीं मिला, കഴിഞ്ഞ 2000 വർഷം रात पूरा ലഭിക്കാത്തത്, मेहनत करके नहीं मिला, രാത്രി മുഴുവൻ അധ്വാനിച്ച് वैसे ലഭിക്കാത്തത്, एक पकड़, हालेलुया, वैसे एक पकड़ അങ്ങനെ ഒരു മീൻപിടുത്തം, वो വലിയ മീൻപിടുത്തം आखिरी पहाड़ में അവസാന യാമത്തിൽ होने वाला അത് है। സംഭവിക്കാൻ कितने लोग പോവുകയാണ്. विश्वास करेगा? നിങ്ങൾ എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? I ഹല്ലേലൂയ. believe in an end time revival. ഞാനൊരു അവസാന കാലത്തെ റിവൈവൽ एक आखिरी വിശ്വസിക്കുന്നു. जमाने का जागृति में मैं इसलिए विश्वास कर रहा ഒരു हूँ। അവസാന കാലത്ത് ഉണർവ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുകൊണ്ടാണ്. यीशु ने किनारे में आके कहा, യേശു തീരത്ത് വന്നിട്ട് हल्का പറയുകയാണ്, कलीसिया, സഭയെ, the universal church, പ്രപഞ്ചത്തിലുള്ള എല്ലാ or സഭയും 7 disciples, cast your net for a last time. Hallelujah. 7 ശിഷ്യന്മാരെ ഒരു ചേർന്ന ആ വല ഇടുകയാണ്. Can your neighbor and say, നിങ്ങളുടെ can അടുത്ത് your ഇതിനോട് neighbor and പറയാൻ say, കഴിയുമോ? you are one among that 7. ആ Hallelujah. 7 നിങ്ങൾ ഒരു വ്യക്തിയാണ്. End ഹല്ലേലൂയ. time revival के लिए, ആ അവസാന കാലത്ത് लास्ट ഉണർവിന് बार വേണ്ടി, जाल डालने के लिए, അവസാനത്തെ വലയിടുവാൻ, आखिरी कटनी के लिए അവസാനത്തെ प्रभु കൊയ്ത്തിന് तैयारी വേണ്ടി कर रहे हैं। उस 7 सेवकों में एक है आप। ദൈവം हालेलुया। നിങ്ങളെ തയ്യാറാക്കുന്നു. उस ആ 7 7 सेवकों में പേരിൽ एक है ഒരാളാണ്. आप। ആ 7 बोलो ना, मैं उनमें से एक हूँ, ആ 7 मैं उनमें से एक हूँ। ആമേൻ, इस ആമേൻ. वचन कितने लोगों को समझ में आ रहे ഇത് हैं? എത്ര പേർക്ക് മനസ്സിലാവുന്നു? Can you ഹല്ലേലൂയ. hear the military bugle? Hallelujah. ഹല്ലേലൂയ. Can you hear the military bugle? നിങ്ങൾക്ക് ആ മിലിറ്ററിയുടേതായ Can you hear the military bugle? If you are hearing it today morning, നിങ്ങൾ ഇത് രാവിലെ stand കേൾക്കുന്നുണ്ടെങ്കിൽ there in the presence of God. നിങ്ങൾ Stand there in the presence of God. ദൈവത്തിന്റെ प्रभु उस दिन में സന്നിധിയിൽ खड़ा हो जाइए। ദൈവസന്നിധിയിൽ अगर इस आवाज आप सुन रहे तो, ഈ ശബ്ദം നിങ്ങൾ इस കേൾക്കുന്നെങ്കിൽ, मुर्गी का बांग आप सुन रहे तो, ഈ കോഴിയുടെ കൂകൽ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, stand and say, Lord, I repent. Hallelujah. Lord, I come back. കർത്താവേ മടങ്ങി Lord, I വരുന്നു. come back. കർത്താവേ Lord, I മടങ്ങി come വരുന്നു. back. കർത്താവേ Oh, മടങ്ങി ഞാൻ വരുന്നു. മടങ്ങി വരുന്നു. കർത്താവേ മടങ്ങി വരുന്നു. हल्का मना ऐसे पक्षियों में उसका लौटाने का समय जानते। പക്ഷി തന്നെ മടങ്ങി വരവിന്റെ സമയം അറിയുന്നത് പോലെ हालेलुया। सोफा बनी और गौरव ने ऐसे जो पक्षियों हमने उसका लौटाने का समय जानते। മീവൽ പക്ഷിയും കോക്കും തന്നെ മടങ്ങി വരുന്ന സമയം അറിയുന്നത് और പോലെ क्या कलीसिया आप जानते हैं क्या? സഭയെ നിങ്ങൾ അറിയുന്നു പോലെ कलीसिया आप जानते हैं क्या?
क्या? സഭയെ നിങ്ങളുടെ മടങ്ങി सीजन बदलने वाला है। കാലം മാറാൻ പോവുകയാണ്. मुर्गी जानते हैं, കോഴിക്കറി मुर्गी जानते हैं, കോഴിക്കറിയാം, इसलिए वो बांग दे रहे। അതുകൊണ്ടാണ് കൂവുന്നത്. मुर्गी जानते हैं, കോഴിക്കറിയാം, सीजन बदलने वाला है। കാലം മാറാൻ പോവുകയാണ്. मुर्गी जानते हैं, കോഴിക്കറിയാം, आखिरी पहर आप पहुंचाए। അവസാനം യാം അടുത്തിരിക്കുന്നു. क्या आप जानते हैं? നിങ്ങൾക്കറിയാമോ? കൊക്കും മീവൽ പക്ഷി തന്നെ മടങ്ങി വരവിന്റെ സമയം അറിയുന്നു. കോഴിക്കറിയാം അവസാന യാമമായെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്? ആ ശബ്ദം കേട്ടപ്പോൾ പീറ്റർ കരയാൻ തുടങ്ങി. അമൽ തലലം ശൽഖമന ഹല്ലേലൂയ. आखिरी पहर, आखिरी पहर। അവസാന യാമം. यीशु का चेलो യേശു ശിഷ്യന്മാരും गलीला झील को पार कर रहा था। ഗലീല തടാകത്തിൽ കൂടി നടക്കുകയാണ്. रात पूरा मेहनत, രാത്രി മുഴുവൻ അധ്വാനിച്ചു. आधा दूरी पार कर पाया। അവർക്ക് പകുതി ദൂരം മാത്രമേ हाफ में क्या हो गया? പകുതിയിൽ എന്ത് बहुत സംഭവിച്ചു? बड़ा आंधी तूफान आया। വലിയ കൊടുങ്കാറ്റ് കടന്നു വന്നു. हालेलुया, उसका नाव डगमगा रहा था। അവരുടേതായ പടക് Oh മുങ്ങുവാൻ my God, തുടങ്ങി. उसका नाव डगमगा रहा അവരുടെ था। പടക് മുങ്ങുവാൻ यीशु कहाँ തുടങ്ങി. था? यीशु पहाड़ के ऊपर। യേശു പർവ്വതത്തിന് മേളിലായിരുന്നു. कलीसिया, ദൈവസഭയെ पिछले 2000 साल കഴിഞ്ഞ 2000 हम വർഷം भी इस झील से यात्रा कर നമ്മൾ रहे ഈ हैं। തടാകത്തിൽ കൂടി हम സഞ്ചരിക്കുകയാണ്. आधा दूरी यहाँ पहुंचाए। നമ്മൾ പകുതി ദൂരം മാത്രമേ कलीसिया का എത്തിയിട്ടുള്ളൂ. नाव आज भी डगमगा रहे। ആ ദൈവസഭയാകുന്ന आज പടക് भी आंधी तूफान कलीसिया का विरुद्ध में आ रहे। ഇപ്പോഴും കൊടുങ്കാറ്റ് തിരമാല ദൈവസഭയ്ക്കെതിരായി Come on വന്നുകൊണ്ടിരിക്കുകയാണ്. church, I said something. लेकिन यीशु എന്നാൽ യേശു पहाड़ के ऊपर है। പർവ്വതത്തിന് മുകളിലാണ്. आपको देखे बैठा है। നമ്മളെ ये जो നോക്കിയിരിക്കുകയാണ്. सब हो रहे हैं ना, ഇതെല്ലാം സംഭവിക്കുമ്പോൾ हालेलुया, कलीसिया का विरुद्ध में हो रहे हैं ना, ദൈവസഭയ്ക്ക് വിരോധമായിട്ട് ओ ഇതെല്ലാം സംഭവിക്കുമ്പോൾ जो आंधी और तूफान आ रहे हैं ना, കൊടുങ്കാറ്റ് തിരമാല വരുമ്പോൾ स्वर्ग का पहाड़ के ऊपर बैठ के यीशु देख रहे हैं। സ്വർഗ്ഗത്തിലെ പർവ്വതത്തിന് മുകളിൽ നിന്ന് യേശു And all നോക്കിയാണ്. of a sudden, പെട്ടെന്ന് തന്നെ Jesus, യേശു he walked on the water, ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി पानी के ऊपर നടന്നു. चल के आया। വെള്ളത്തിന്റെ മുകളിൽ കൂടി मैं നടന്നു कहना വന്നു. चाहता, ഞാൻ പറയാൻ यीशु ആഗ്രഹിക്കുന്നു, आने का समय आ गया। യേശു ഒരുപാട് സമയം पहाड़ के എടുത്തിരിക്കുന്നു. ऊपर से उतर कर ആ പർവ്വതത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി डगमगाने वाला कलीसिया के पास, ദൈവസഭയിലേക്ക് डगमगाने वाला कलीसिया के पास, ഉലയുന്ന സഭയുടെ അടുക്കലേക്ക് ഉലയുന്ന സഭയുടെ അടുക്കലേക്ക് യേശു आने का समय आ गया। യേശു ഒരുപാട് സമയം Can you എടുത്തിരിക്കുന്നു. see that he is walking towards you? നിങ്ങളുടെ അടുക്കലേക്ക് യേശു വരുന്നത് കാണുവാൻ കഴിയുന്നു. Jesus is walking towards you. യേശു നിങ്ങളുടെ അടുക്കലേക്ക് അൽമാ വരുന്നു. ശകമന. ആമേൻ. Peter, പത്രോസേ, this is the day ഇതാണ് that ദിവസം. you are going to walk over hell waves. ഈ ആ Hallelujah. തിരമാലയുടെ Peter, ये आपका दिन है। പത്രോസേ, നിന്റെ आखिरी ദിവസമാണ്. पहर पहुंचा बच्चा, അവസാനം ഞാൻ ये അടുത്തിരിക്കുന്നു. आपका दिन है। ഇത് നിന്റെ ദിവസമാണ്. डगमगाने वाला कलीसिया, വ- डगमगाने वाला कलीसिया, आंधी तूफान के कारण से डगमगाने वाला कलीसिया, കൊടുങ്കാറ്റാനും തിരമാലകളാലും അലയുന്ന സഭ, अगर विश्वास करने वाले एक पीटर है तो വിശ്വസിക്കുന്ന ഒരു പത്രോസ് ഉണ്ടെങ്കിൽ इस आखिरी पहर में അവസാന യാമത്തില് you are going to walk, hallelujah, आप विश्वास के साथ में നിങ്ങൾ आप വിശ്വാസത്തോടെ चलने वाला है। നിങ്ങൾ ആ വെള്ളത്തിൽ കൂടി लहरों के നടക്കുവാനിടയാകും. ऊपर। തിരമാലയുടെ മുകളിൽ കൂടി നിങ്ങൾ That's a prophecy നടക്കുവാനിടയാകും. for the end time church. അവസാന സമയത്തെ സഭയ്ക്കുള്ള That's a prophecy for the വാഗ്ദത്തമാണിത്. end time church. അവസാന I സമയത്ത് believe in സഭയ്ക്കുള്ള- an end time revival. ഞാനൊരു അവസാന റിവൽ വിശ്വസിക്കുന്നു. आखिरी पहर में അവസാന യാമത്തില് वचन में क्या लिखा है मालूम വചനത്തിൽ है? എന്താണ് എഴുതിയിരിക്കുന്നത്? Peter. പത്രോസ് चलना शुरू किया। നടക്കുവാൻ തുടങ്ങി. यीशु और पीटर हाथ पकड़ के യേശുവും പത്രോസും വെള്ളത്തിന് മുകളിൽ കൂടി नाव കാലം में പിടിച്ച് पहुंचा, नाव में पहुंचा, ആ നാവിലെത്തിയപ്പോൾ नाव में पहुंचा, വെള്ളത്തിലെത്തിയപ്പോൾ जैसे पैर रखने के लिए प्लानिंग किया। ആ കാല് വെക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ क्या हो गया? वचन में क्या लिखा है? വചനത്തിൽ എന്താണ് तुरंत എഴുതിയിരിക്കുന്നത്? പെട്ടെന്ന് उनका लक्ष्य में पहुंचा। അവരവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. ആമേൻ. हेलो, ഹല്ലേലൂയ. रात पूरा मेहनत किया, രാത്രി മുഴുവൻ അധ്വാനിച്ചു. आधा रास्ता आया, പകുതി വഴി വന്നുള്ളൂ. बाकी दूर ഇനിയും പകുതി ദൂരമുണ്ട്. तुरंत। പെട്ടെന്ന് इसलिए मैंने कहा അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, आखिरी पहर में അവസാന യാമത്തിൽ तुरंत പെട്ടെന്ന് हमें लक्ष्य में पहुंचाने वाला നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന एक एंड टाइम रिवाइवल ഒരു അവസാന സമയത്ത് ഉണർവ്. अब तक 2000 साल नहीं कर पाया ഇത് ഈ 2000 വർഷം ചെയ്യാൻ वैसे काम പറ്റാത്തത്, करने वाला ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി अकेला नहीं। തനിയല്ല. That's a miracle of heaven. അത് സ്വർഗ്ഗത്തിലേതായ I believe in അത്ഭുതമാണ്. an end time revival. ഒരു അവസാന സമയത്ത് ഉണർവ്. कहां पहुंचा? എവിടെ എത്തി? कहां पहुंचा? പകുതി വഴി. पगले है ना। अभी कहां पहुंचा? ഇപ്പോൾ എവിടെ എത്തി? एक चुटकी के अंदर कहां पहुंचा? എന്നാൽ പെട്ടെന്ന് എവിടെ എത്തി? ഒരു ക്ഷണത്തിൽ कौन सा किनारा? തീരത്തെത്തി. ഏത് തീരം? गरसनियों का देश में। बोलिए ना, സ്വർഗീയത. मैं प्रेयरसेल में बताया था इस बात।
कहाँ? कफरनहूम में पहुंचा। कहाँ? That's amazing revelation. ആമേൻ ഹല്ലേലൂയ कल प्रभु ने मुझे बात किया ഇന്നലെ ദൈവം എന്നോട് സംസാരിച്ചു. अपने प्रेयर सेल में। कहाँ पहुंचा मालूम है? എവിടെ എത്തി? वचन में लिखा कफरनहूम में। വചനത്തിൽ എഴുതി കഫർനഹൂമിൽ. कफरनहूम का विशेषता क्या है? കഫർനഹൂമിന്റെ വിശേഷത എന്താണ്? You know what is special with कफरनहूम? घर, हालेलुया, घर पहुंचा। सब लोग कहो ना, My God, that's an amazing revelation. ഹല്ലേലൂയ कहाँ ഭവനത്തിലെത്തി, पहुंचा? വീട്ടിലെത്തി. ഹല്ലേലൂയ घर में पहुंचा। हम भी पहुंचेगा। നമ്മളെത്തും നമ്മുടെ വീട്ടിൽ. हम भी पहुंचेगा। നമ്മളെത്തും. घर में पहुंचेगा। നമ്മൾ നമ്മുടെ വീട്ടിലെത്തും. इस वचन स्टडी किया। ഈ വചനം പഠിച്ചപ്പോൾ प्रभु ने मुझे एक बात बताया। ദൈവം ഒരു കാര്യം എന്നെ क्या बताया പഠിപ്പിച്ചു. मालूम है? എന്താണ് ये घटना हुआ ഈ സംഭവം നടന്നപ്പോൾ 5 रोटी से 5000 से अधिक लोगों को खिलाने के बाद 5 അപ്പം കൊണ്ട് 5000 പേരെ അധികം जो बचा हुआ रोटी 12 टोकरी में भरा था। ബാക്കി വന്ന അപ്പം 12 കൊട്ട നിറച്ചു. 12 टोकरी में भरा था। 12 കൊട്ട നിറച്ചു. सही है ना? ശരിയല്ലേ? ये लोग ये टोकरी उधर छोड़ के आया। അവർ ഈ കൊട്ട അവിടെ മറന്നു मैं വെച്ചിട്ട് प्रभु വന്നു. को पूछा क्यों छोड़ा प्रभु? ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവം എന്തുകൊണ്ട് അവർ प्रभु മറന്നു? ने मुझे बोला ദൈവം എന്നോട് പറഞ്ഞത്, ये टोकरी है ना, ഈ കൊട്ടകൾ घर में इसका जरूरत नहीं है। വീട്ടിൽ ഇതിന്റെ If ആവശ്യമില്ല. you are അതുകൊണ്ട് back in your heart, ആമേൻ. इस दुनिया में बांट के मिला हुआ रोटी का जरूरत आपका स्वर्गीय भवन में नहीं है, और नाशवान है आपका घर में। इसमें से एक टुकड़ा भी लेकर जाने का जरूरत नहीं है। ഈ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ അപ്പ സ്വർഗീയ ഭവനത്തിൽ ആവശ്യമില്ല. ഹല്ലേലൂയ. शुक्रवार रात को प्रभु ने मुझे दिया रेवलेशन है। വെള്ളിയാഴ്ച നമ്മുടെ മീറ്റിംഗിൽ തന്ന കർത്താവ് വെളിപ്പാടാണ് നമ്മുടെ പ്രേയർസിൽ. क्या है? इस रोटी का जरूरत कहाँ नहीं है? हेलो, ഈ ബാക്കി വന്ന അപ്പത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. अभी आप पैसा कमाओ, आप घर बनाओ, आमीन। सब कुछ छोड़ के एक दिन हम जाएगा। ആമേൻ ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം പൈസയും ധനവും एक दिन हम വീടും जाएगा, സമ്പാദിച്ചാൽ ഇതെല്ലാം വിട്ട് നമ്മൾ अपने ഒരു ദിവസം स्वर्गीय പോകും. भवन में पहुंचेगा। നമ്മൾ ഇതെല്ലാം വിട്ട് നമ്മുടെ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ कब? ഇടയാകും. भोर का पहर में। എപ്പോഴാണ് ആ ഉഷസ്? भोर का पहर। പ്രഭാതയാമത്തിൽ. बोलो ना, भोर का पहर आ चुका है। പ്രഭാതയാമം मैं गाना അടുത്തിരിക്കുന്നു. गा के आराधना करना चाहते, लेकिन समय को कैसे कंट्रोल करेगा मुझे जानता नहीं है। जल्दी जल्दी 1-2 लाइन गा के आराधना करेगा। 1-2 ലൈൻ പാടി നമുക്ക് ആരാധിക്കാം. हालेलुया। प्रवचन का सेवकाई भी रखा है। കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയും जैसे गाना गाएगा परमेश्वर के बच्चों, प्रवचन का सेवकाई के लिए तैयारी कर दीजिए। പാട്ട് പാടുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ മക്കൾ അതിനു വേണ്ടി लास्ट में തയ്യാറാണ്. आशीर्वाद प्रार्थना के बाद में मैं आपके लिए प्रार्थना करेगा। അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. तालियां बजाकर गा के आराधना करेगा। यीशु जल्दी आएगा, वो जरूर आएगा, क्या तुम तैयार हो? यीशु आने वाला है, वो जरूर आएगा, क्या तुम तैयार हो? यीशु जल्दी आएगा, वो जरूर आएगा, क्या तुम तैयार हो? यीशु आने वाला है, वो जरूर आएगा, क्या तुम तैयार हो? बादलों में आएगा, हमको ले जाएगा, क्या तुम तैयार हो? हालेलुया गाएंगे, खुशियां मनाएंगे, क्या तुम तैयार हो? बादलों में आएगा, हमको ले जाएगा, क्या तुम तैयार हो? हालेलुया गाएंगे, खुशियां मनाएंगे, क्या तुम तैयार हो? फंसना ना दुनिया के जंजाल में, यीशु तेरा है हर एक हाल में। इस जग की अब तक तो चिंता नहीं, सारा खजाना मिलेगा वही। फंसना ना दुनिया के जंजाल में, यीशु तेरा है हर एक हाल में। इस जग की जब तक तो चिंता नहीं, सारा खजाना मिलेगा वही। खत्म हुआ है लंबा सफर, चलना है ले जाए यीशु जिधर। खत्म हुआ है लंबा सफर, चलना है ले जाए यीशु जिधर। यीशु जल्दी आएगा, वो जरूर आएगा, क्या तुम तैयार हो? यीशु आने वाला है, वो जरूर आएगा, क्या तुम तैयार हो? यीशु जल्दी आएगा, वो जरूर आएगा, क्या तुम तैयार हो? यीशु आने वाला है, वो जरूर आएगा, क्या तुम तैयार हो? हालेलुया। हालेलुया। रोको, धन्यवाद दीजिए। आमीन। मैं जिस वचन का सामने मैं नम्र कर रहा हूँ,
आशीषित कर दीजिए। हर परमेश्वर के बच्चों को छुटकारा आशीषों से भर दीजिए, यीशु के नाम में आमेन आमेन। तालियां बजाकर लोग को धन्यवाद दे दीजिए।